afternoon. Good afternoon, Miss. Good afternoon. Good afternoon, Miss. Good afternoon, Miss. Good afternoon, Miss. Good night, എല്ലാവരും. കഴിച്ചു മാം. മാം കഴിച്ചോ? കഴിച്ചു. Good afternoon, Miss. Good afternoon, ma'am. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിലെടുത്തൊന്ന് വായിച്ചു നോക്കിക്കോട്ടാ. കഴിഞ്ഞ ക്ലാസ്സിലെടുത്തൊന്ന് റിവൈസ് ചെയ്തോ. കുറച്ച് കഴിയുമ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. മാം, ഞാൻ ഒത്തിരി പുറകില്ല. കാരണം കുഞ്ഞിന് സുഖമില്ലാത്തോണ്ട് ഞാനിപ്പോ 3-4 ദിവസം കൊണ്ട് ക്ലാസ്സിന് കയറുന്നില്ലായിരുന്നു. കുഴപ്പമില്ല മോളെ കേട്ടോ. ഓക്കെ മാം. നോട്ട് ചെയ്തിടണം കേട്ടോ. റെക്കോർഡിംഗ് ക്ലാസ് കേൾക്കണം, പഠിക്കണം, അതനുസരിച്ചിട്ട്. പഠിക്കാം മാം. ഓക്കെ. മാം, ഇത് കാണാതെ പഠിച്ചു പോകേണ്ട കാര്യമില്ല, ജസ്റ്റ് വായിച്ചൊന്ന് പോയാൽ പോരെ മാം. വായിച്ചാൽ മതി. പിന്നെ എക്സാമിന് ക്വസ്റ്റ്യൻസ് നോക്കും. ക്വസ്റ്റ്യൻസ് ഇതാകുമ്പോ അത് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം, ഓപ്ഷൻസ്. ഓക്കെ, വായിച്ചു നോക്കിയിട്ടുണ്ടോ? ഹെൽത്ത് കെയർ സിസ്റ്റം. ഓക്കെ, ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചറിന്റെ രൂപഘടന അല്ലെ, ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ രൂപഘടനയെ കുറിച്ച് പഠിച്ചല്ലേ? ഇതെങ്ങനെയാണെന്ന് പറയാമോ? പറഞ്ഞു സജി. Good afternoon, Miss. Healthcare system infrastructure എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നാഷണൽ ലെവലിലാണ്. നാഷണൽ ലെവലിന്റെ എന്ന് പറയുമ്പോൾ മിനിസ്റ്റർ ഓഫ് ഹെൽത്തും പിന്നെ ഫാമിലി വെൽഫെയറും കൂടി ഇൻവോൾവ്ഡ് ഉണ്ട്. പിന്നെ നാഷണൽ ലെവലിന്റെ താഴെ വരുന്നതാണ് സ്റ്റേറ്റ് ലെവലും പിന്നെ UTS എന്ന് പറഞ്ഞാലും. UTS എന്ന് പറഞ്ഞാൽ യൂണിയൻ ടെറിട്ടറീസ് ആണ്. സ്റ്റേറ്റ് ലെവലിന്റെ താഴെയാണ് ഡിസ്ട്രിക്ട് ലെവൽ വരുന്നത്. ഡിസ്ട്രിക്ട് ലെവലിന് രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്, റൂറൽ ഏരിയാസും അർബൻ ഏരിയാസും. റൂറൽ ഏരിയാസിന്റെ താഴെ CHSEയും PHSE പിന്നെ സബ് സെന്റേഴ്സും ഉൾപ്പെട്ടിട്ടുണ്ട്. പിന്നെ അർബൻ ഏരിയാസിലെ ഹോസ്പിറ്റൽസും ഡിസ്പെൻസറീസും ഉൾപ്പെട്ടിട്ടുണ്ട്. ഇനി ഏതൊക്കെയാണ് ഹോസ്പിറ്റലിന്റെ ഫംഗ്ഷൻ? ഭൂമിക ഏതൊക്കെയാണ് ഹോസ്പിറ്റലിന്റെ ഫംഗ്ഷൻ? ദീപ ബാബു. ഹലോ മാം. ഭൂമിക പറഞ്ഞോ. ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ്സ്, പിന്നെ ഹോസ്പിറ്റലിന്റെ പുറത്തോട്ട് നമ്മൾ കൊടുക്കുന്ന സർവീസസ്. എന്ത് പേരിൽ അറിയപ്പെടുന്നത്? രണ്ട് സർവീസുകളും എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഇൻട്രാമ്യൂറലും എക്സ്ട്രാമ്യൂറലും. ഇനി എക്സ്ട്രാമ്യൂറൽ ഫങ്ഷൻസ് ഏതൊക്കെയാണ്? രഹനയാണോ എന്നോട് പറഞ്ഞത്? ഓക്കെ, അതെ മാം, ഞാനായിരുന്നു മാം, ലീവായിരുന്നു പറഞ്ഞേ. ഓക്കെ. ജോയ്സി ജോബി. ജോയ്സില്ല. ഹനീസ. മിസ്സേ, ഞാനും ഇല്ലായിരുന്നു ക്ലാസ്സിന്. റെക്കോർഡിംഗ് ക്ലാസ് കണ്ടില്ലേ മോള്? ഇല്ല, കണ്ടില്ല. ചെറിയൊരു ബേബി ഉണ്ടായിരുന്നു, സുഖയില്ലായിരുന്നു. അതന്നെ റീസൺ. ആർക്ക് പറയാം? Ma'am, can I tell? പറഞ്ഞു.
മാം എക്സ്ട്രാ റൂറൽ ഏരിയ അല്ലേ? ആ പറഞ്ഞോ മോളെ. എക്സ്ട്രാ റൂറൽ ഏരിയ ഓപ്പറേഷൻ ഉണ്ടാവും, പിന്നെ ഹോം കെയർ സർവീസസ് ഉണ്ടായിരിക്കും. എക്സാമ്പിൾ പാലിയേറ്റീവ് കെയർ സെന്റർ എന്നൊക്കെ പറഞ്ഞു. പിന്നെ മൊബൈൽ ക്ലിനിക്സ് ഉണ്ടായിരിക്കും, പിന്നെ വൺ ഡേ കെയർ സെന്റേഴ്സ്, ഹോസ്പിറ്റൽസ്, എമർജൻസി സ്ട്രോക്ക് വരുമ്പോ അവര് നമ്മളെ സെന്റേഴ്സ് ഉണ്ടായിരുന്നു, അതല്ലേ? ക്ലിയർ ആവുന്നില്ല മോള് പറയുന്നത്. നെറ്റിന്റെ പ്രശ്നം തോന്നുന്നുണ്ടല്ലേ? OP ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിട്ടുണ്ട് എക്സ്ട്രാ റൂറൽ ഏരിയാസില്. കേൾക്കുന്നുണ്ടോ മാം? എക്സ്ട്രാ റൂറൽ ഏരിയ അതെ, OP ഉണ്ടാവും. OP പിന്നെ ഹോം കെയർ സർവീസസ്, പാലിയേറ്റീവ് കെയർ ഉണ്ടായിരിക്കും. ദെൻ മൊബൈൽ ക്ലിനിക്സ് ഉണ്ടായിരിക്കും, മൊബൈൽ ക്ലിനിക്സ്. പിന്നെ വൺ ഡേ കെയർ സെന്റേഴ്സ് ആയിരിക്കും. ദെൻ നൈറ്റ് ഹോസ്പിറ്റൽസ് എമർജൻസി കേസൊക്കെ അറ്റൻഡ് ചെയ്യും. ഓക്കെ മാം. ഇനി നെക്സ്റ്റ് പോർഷൻസ് എടുക്കാം കേട്ടോ. അടുത്ത ചാപ്റ്റർ എടുക്കാം നമുക്ക്. ഞാൻ മ്യൂട്ട് ചെയ്യണേ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ. നെക്സ്റ്റ് ചാപ്റ്റർ ആണ് 6th ചാപ്റ്റർ, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. എന്തായിരിക്കും ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞാല്? ഔട്ട് പേഷ്യന്റ് മീൻസ് എന്തായിരിക്കാം? ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? പഠിച്ചിട്ടുണ്ടല്ലോ നമ്മള്. എന്തായിരിക്കാം ഔട്ട് പേഷ്യന്റ്? എന്താണ്? ഔട്ട്സൈഡ് അല്ലെ? കിടത്തി ചികിത്സിക്കാതെ എന്താണ് ഡോക്ടറെ കണ്ട മരുന്ന് വാങ്ങിച്ചു പോകുന്ന പേഷ്യൻസിനെയാണ് നമ്മള് ഔട്ട് പേഷ്യന്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻട്രൊഡക്ഷൻ നോക്കാം. OPD means outpatient department where patients come into the hospital to consult their health issues with the doctors to start a treatment. എന്താണ് OP ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്നത്? എങ്ങനെയാണ്? പേഷ്യൻസ് എന്ത് ചെയ്യുന്നു? ഹോസ്പിറ്റലിലോട്ട് വരുന്നു, ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നു അല്ലെ? ഡോക്ടറോട് എന്ത് പറയുന്നു? നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസുകളെ പറ്റി പറയുന്നു. ഡോക്ടർ മരുന്ന് കുറിച്ച് തരുന്നു, നമ്മൾ മരുന്ന് വാങ്ങിക്കുന്നു, വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. അങ്ങനെയുള്ള പ്രോസസ്സിലൂടെയാണ് OP ഡിപ്പാർട്ട്മെന്റ് കടന്നു പോകുന്നത്. ക്ലിയർ ആണോ? OP ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്ന പ്രോസസ്സ് എങ്ങനെയാണ്? പേഷ്യന്റ് വരുന്നു, OP ചീട്ട് എടുക്കുന്നു, ഡോക്ടറെ കാണുന്നു, മരുന്ന് വാങ്ങിക്കുന്നു, വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. ഓക്കെ, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാത്ത പേഷ്യൻസിനെയാണ് നമ്മൾ ഔട്ട് പേഷ്യന്റ് അല്ലെങ്കിൽ OPD എന്ന് പറയുന്നത്, OP പേഷ്യന്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി എന്താണ്? OPD സർവീസസ് ആർ മെഡിക്കൽ കെയർ പ്രൊവൈഡ് ഓൺ ഔട്ട് പേഷ്യന്റ് ബേസിസ് that includes diagnosis, observation, consultation, treatment, intervention and rehabilitation services. എന്താണ്? OP ഡിപ്പാർട്ട്മെന്റുകൾ എന്ത് സർവീസുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? നോക്കാം. എന്താണ്? ഡയഗ്നോസിസ്. എന്തായിരിക്കും ഡയഗ്നോസിസ്? ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? ഞാൻ ഇങ്ങനെ ചോദിക്കുന്നത് അറിയാത്തവർക്കും കൂടി ഒന്ന് അത് പ്രയോജനപ്പെടാനാണ്. ചിലവർക്കൊക്കെ ഭൂരിഭാഗം പേർക്ക് അറിയാൻ പറ്റും, ചിലവര് അറിയാത്തവരുണ്ടാവും. അതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. എന്താണ് ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാല്? രോഗനിർണയം. ഓക്കെ, അറിയാത്തവര് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാല് രോഗം നിർണയിക്കുന്നത്. അതുപോലെ എന്താണ്? ഒബ്സർവേഷൻ എന്തായിരിക്കാം? ഒബ്സർവേഷൻ മീൻസ് നിരീക്ഷണം അല്ലെ? നമ്മൾ ഒരു വ്യക്തി എന്ത് ചെയ്യുന്നുണ്ട്? നിരീക്ഷിക്കുന്നുണ്ട് അല്ലെ? ഇപ്പൊ എന്താണ്? എക്സാമ്പിൾ മിസ് പറഞ്ഞു തരാം കേട്ടോ. ഒബ്സർവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിരീക്ഷണം. കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കാം? കൺസൾട്ടേഷൻ മീൻസ്
കൺസൾട്ടേഷൻ പരിശോധന അല്ലെ. ഡോക്ടറെ കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? പരിശോധിക്കുന്നുണ്ട് അല്ലെ. ഡോക്ടറെ നമ്മളെ പരിശോധിച്ചിട്ടാണ് നമുക്ക് മരുന്ന് തരുന്നത്. അപ്പൊ എന്താണ് കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരിശോധന. ട്രീറ്റ്മെന്റ് അറിയാലോ. പിന്നെ എന്താണ് ഇന്റർവെൻഷൻ? എന്തായിരിക്കാം ഇന്റർവെൻഷൻ? ഇന്റർവെൻഷൻ ഇന്റർവെൻഷൻ ഇടപെടൽ. അതിന്റെ അർത്ഥം എന്താണ്? ഇടപെടുന്നത്, ഇടപെടൽ, ഇടപെടൽ. ഇന്റർവെൻഷൻ മീൻസ് ഇടപെടൽ. ഓക്കെ. ഇനി റീഹാബിലിറ്റേഷൻ സർവീസസ് അറിയാലോ. റീഹാബിലിറ്റേഷൻ മീൻസ് എന്തായിരിക്കാം? പുനരധിവാസ സേവനങ്ങൾ അല്ലെ. പുനരധിവാസ സേവനങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ്? OP ഡിപ്പാർട്ട്മെന്റില് രോഗികൾക്ക് എന്തെല്ലാം സർവീസുകളാണ് കൊടുക്കുന്നത് എന്നാണ് പറയുന്നത്? ഡയഗ്നോസിസ് അല്ലെ, രോഗം നിർണ്ണയിക്കുന്നത്, അതുപോലെ നിരീക്ഷിക്കുന്നുണ്ട്, കൺസൾട്ടേഷൻ നടത്തുന്നുണ്ട്, ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്, അതുപോലെ ഇന്റർവെൻഷൻ, ഒരു കാര്യത്തിൽ ഇടപെടൽ നടത്തുന്നുണ്ട്, അതുപോലെ എന്താണ് പുനരധിവാസ സേവനങ്ങൾ അല്ലെ, ഒരാളെ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെയുള്ള സർവീസുകളാണ് OP ഡിപ്പാർട്ട്മെന്റില് രോഗികൾക്ക് നൽകുന്നത്. അപ്പൊ ഒന്നുകൂടിയും പറയാം, OP ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ എങ്ങനെയാണ്? ഒരു രോഗി വരുന്നു, OP ചെയ്ത് എടുക്കുന്നു, ഡോക്ടറെ കാണുന്നു, തിരിച്ചു മരുന്ന് വാങ്ങിച്ച് തിരിച്ചു പോകുന്നു. അങ്ങനെയുള്ള പ്രോസസ്സാണ് OP ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്നത്. അതുപോലെ അവരെന്താണ്? OP ഡിപ്പാർട്ട്മെന്റ് രോഗികൾക്ക് കുറേയധികം സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഡയഗ്നോസിസ്, ഒബ്സർവേഷൻ, കൺസൾട്ടേഷൻ, ട്രീറ്റ്മെന്റ്, ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സർവീസ്. ഓക്കെ. ഇനി ഓരോന്നും എന്താണെന്ന് നോക്കാം. ഡയഗ്നോസിസ്, the identification of the nature of an illness and other problems by examination of symptoms. ഇനി സിംറ്റംസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? സിംറ്റംസ് ലക്ഷണങ്ങൾ അല്ലെ, രോഗത്തിന്റെ ലക്ഷണങ്ങൾ. അപ്പൊ എന്താണ്? രോഗം എങ്ങനെയാണ് നിർണ്ണയിക്കുന്നത്? ഓരോ ലക്ഷണങ്ങൾ നോക്കി അല്ലെ, ഒരു വ്യക്തിയിൽ ഉണ്ടാവുന്ന ഓരോ രോഗലക്ഷണങ്ങൾ നോക്കിയാണ് രോഗം ഇന്നതാണ് എന്ന് രോഗം നിർണ്ണയിക്കുന്നത് അല്ലെ. ഇന്നതാണ് ഈ പേഷ്യന്റിന്റെ രോഗം നിർണ്ണയിക്കുന്നത് എങ്ങനെയായിരിക്കാം? രോഗത്തിന്റെ ലക്ഷണങ്ങൾ നോക്കിയിട്ടായിരിക്കാം. അതാണ് എന്ത്? ഡയഗ്നോസിസ് എന്ന് പറയുന്നത്. ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാല് രോഗനിർണയമാണ്. അപ്പൊ എന്താണ്? സിംറ്റംസ്, ഓരോ ലക്ഷണങ്ങൾ നോക്കിയിട്ടായിരിക്കാം രോഗം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. ഇനി എന്താണ്? ഒബ്സർവേഷൻ, ദ ആക്ഷൻ ഓഫ് ക്ലോസ്ലി മോണിറ്ററിംഗ് സംവൺ. ഒബ്സർവേഷൻ അറിയാലോ, നിരീക്ഷണം അല്ലെ. നമ്മൾ ഓരോ പേഷ്യന്റിനെയും നിരീക്ഷിക്കുന്നുണ്ട് അല്ലെ. ഇപ്പൊ എന്താണ്? ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയാം, നിങ്ങളുടെ അമ്മമാരായിരിക്കുമല്ലോ. അപ്പൊ എന്താണ്? ഓരോ കുട്ടികൾക്കും കുത്തിവെപ്പ് നടത്തുന്നുണ്ട് അല്ലെ. കുത്തിവെപ്പ് കഴിഞ്ഞതിന് ശേഷം അവരെന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഒബ്സർവ് ചെയ്യാനിരുത്തില്ലേ, ഹാഫ് ആൻ അവർ ഒക്കെ എന്ത് ചെയ്യും? ഒബ്സർവ് ചെയ്തിട്ട് വീട്ടിലോട്ട് വിടുള്ളൂ അല്ലെ. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ ഒബ്സർവ് ചെയ്യുന്നത്? ഒബ്സർവ് ചെയ്യാനിരുത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ നിരീക്ഷിക്കുന്നത്? ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ മനസ്സിലായോ നിങ്ങൾക്ക്? ഇല്ല. ക്വസ്റ്റ്യൻ മനസ്സിലാവാണ്ടാണോ? നമ്മളിപ്പോ നമ്മളെ കുട്ടീനെയും കൊണ്ട് 5 വയസ്സിലെയോ 10 വയസ്സില് എന്തെങ്കിലും അലർജി ഉണ്ടാവോ നോക്കാനല്ലേ. ഓക്കെ. എന്താണ് 5 വയസ്സിന്റെ ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ 10 വയസ്സിന്റെ ഇഞ്ചക്ഷൻ ഒക്കെ നമ്മൾ എടുക്കാൻ പോകില്ലേ? എക്സാമ്പിൾ, മോണിറ്ററിംഗിന്റെ എക്സാമ്പിൾ ആയിട്ടാണ് മിസ് പറയുന്നത്. പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പൊ ഒരു കുട്ടീനെയും കൊണ്ട് നമ്മൾ പോകും 5 വയസ്സിന്റെ ഇഞ്ചക്ഷനോ 10 വയസ്സിന്റെ ഇഞ്ചക്ഷനോ ഒക്കെ എടുക്കാനായിട്ട്. അപ്പൊ ഇഞ്ചക്ഷന് ശേഷം എന്ത് ചെയ്യും? അവർ പറയും അവിടെ ഇരിക്കുക, കുറച്ച് കഴിഞ്ഞ് പോവാന്ന് പറയും, ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് പോവാന്ന് പറയും. അതെന്തിനു വേണ്ടിയിട്ടാണെന്നാണ് മിസ് ചോദിക്കുന്നത്. എന്താണ്? എല്ലാ അലർജി ഇഞ്ചക്ഷൻ എടുത്ത ശേഷം എന്തെങ്കിലും അലർജീസ് ഉണ്ടെങ്കിൽ അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ലെങ്കിൽ നമ്മളെ വീട്ടിലേക്ക് തിരിച്ചു വിടും അല്ലെ. അപ്പൊ നിരീക്ഷിക്കുന്നത് അല്ലെ, എന്തെങ്കിലും അലർജി എന്തെങ്കിലും പ്രോബ്ലംസോ ആ കുട്ടിക്ക് ഉണ്ടോ, പേഷ്യന്റിന് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നിരീക്ഷിക്കുന്നത്. അതാണ് നിരീക്ഷണത്തിലൂടെ അല്ലെങ്കിൽ ഒബ്സർവേഷനിലൂടെ പറയുന്നത്. ഓക്കെ. ഇനി എന്താണ്? കൺസൾട്ടേഷൻ, എ മീറ്റിംഗ് വിത്ത് ആൻ എക്സ്പേർട്ട്. എക്സ്പേർട്ട് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും ഇവിടെ? പേഷ്യന്റ് ആരുമായിട്ടായിരിക്കും? ഡോക്ടർ അല്ല. അപ്പൊ എന്താണ്? എക്സ്പേർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടർ. നമ്മൾ ഡോക്ടർ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്?
കൺസൾട്ടേഷൻ നടത്തുന്നുണ്ട് അല്ലെ, ഒരു മീറ്റിങ്ങിലൂടെ അല്ലെങ്കിൽ ഒരു എന്താണ് നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസ് ഡോക്ടറോട് പറയുന്നുണ്ട് അല്ലെ. ഒരു മീറ്റിംഗ് എന്ന രീതിയിലാണ് നമ്മൾ രണ്ടുപേരും ആ പേഷ്യന്റും ഡോക്ടറും കൂടിയും സംസാരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, രോഗലക്ഷണങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഡോക്ടർ മരുന്ന് കുറിച്ച് കൊടുക്കുന്നുണ്ട് അല്ലെ. അതാണ് കൺസൾട്ടേഷൻ എന്ന് പറയുന്നത്. എ മീറ്റിംഗ് വിത്ത് ആൻ എക്സ്പെർട്ട് മെഡിക്കൽ ഓഫീസർ ഇൻ ഓർഡർ ടു സീക്ക് അഡ്വൈസ് അല്ലെ. ഡോക്ടറുടെ ഉപദേശങ്ങള് രോഗി സ്വീകരിക്കുന്നുണ്ട്. ഓക്കെ, ഇനി എന്താണ് ട്രീറ്റ്മെന്റ്? ദ മെഡിക്കൽ കെയർ ഗിവൺ ടു എ പേഷ്യന്റ് ഫോർ ഇൽനെസ് ആൻഡ് ഇഞ്ചുറി അല്ലെ. ഇൽനെസ് രോഗബാധിതനോ അല്ലെങ്കിൽ എന്താണ് ഇഞ്ചുറി ആയിട്ടുള്ള മുറിവുകളൊക്കെ ഉണ്ടെങ്കിലുള്ള ആ പേഷ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്താണ് അവർക്ക് ആ പേഷ്യന്റിന് നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്, ഒരു മെഡിക്കൽ കെയർ പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. എന്താണ്, രോഗിക്കായാലും ഇപ്പോ മുറിവുള്ളവനോ അല്ലെങ്കിൽ രോഗിയായിട്ടുള്ള അവരൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പേഷ്യന്റ് നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്, മെഡിക്കൽ കെയർ കൊടുക്കുന്നുണ്ട്. അതിനെയാണ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇന്റർവെൻഷൻ, ഇനി എന്താണ് ഇന്റർവെൻഷൻ? ഇടപെടൽ. എന്താണ്? ആക്ഷൻ ടേക്കൺ ടു ഇംപ്രൂവ് എ മെഡിക്കൽ ഡിസോർഡേഴ്സ്. എന്താണ്, രോഗികൾക്ക് എന്താണ് അല്ലെങ്കിൽ ഒരു പേഷ്യന്റിന് എന്താണ് രോഗം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരാൾക്ക് എന്തെങ്കിലും രോഗം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രോഗം ചികിത്സിച്ച് ഭേദമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ക്ലിയറായോ? ഒരാൾക്ക് എന്താണ് ഒരു രോഗം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രോഗം ചികിത്സിച്ച് ഭേദമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. അതാണ് ഇന്റർവെൻഷൻ, ഇടപെടൽ അല്ലെ. അയാളെ രോഗം മാറ്റി നല്ലൊരു ഇംപ്രൂവ് ആക്കാനായിട്ട് ഹോസ്പിറ്റൽസ് സഹായിക്കുന്നുണ്ട് അല്ലെങ്കിൽ OPD വിഭാഗം സഹായിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? ഇനി എന്താണ് റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ, ദ ആക്ഷൻ ഓഫ് റീസ്റ്റോറിംഗ് സംവൺസ് ടു ഹെൽത്ത് and or normal life through training and therapy after illness അല്ലെ. പറഞ്ഞില്ലേ സ്ട്രോക്ക് വന്ന ആള്, ഫോർ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞില്ലേ കഴിഞ്ഞ ക്ലാസ്സില് റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി പറയാം കേട്ടോ. ഇപ്പൊ ഇത് പറഞ്ഞായിട്ട് എന്താണ് റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രോക്ക് വന്നു അല്ലേ ഒരാൾക്ക്. അപ്പൊ സ്ട്രോക്ക് വന്നിട്ട് ഒരു വശം കൈയും കാലും ഒരു വശം തളർന്ന് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫിസിയോതെറാപ്പിയിലൂടെ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പൊ എന്താണ് ഡയഗ്നോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മള് രോഗങ്ങളുടെ ലക്ഷണങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് രോഗം നിർണ്ണയിക്കുന്നത്. അതാണ് ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാല്. സിംറ്റംസ് എന്ന് പറഞ്ഞാല് ലക്ഷണങ്ങളാണ്. ലക്ഷണങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ടാണ് രോഗം നിർണ്ണയിക്കുന്നത്. ഒബ്സർവേഷൻ നമുക്കറിയാം, എന്താണ് ഒരു പേഷ്യന്റിനെ മോണിറ്റർ ചെയ്യുന്നു. ഇപ്പോ പറഞ്ഞില്ലേ ഇഞ്ചക്ഷൻ ഒക്കെ എടുക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് കുറച്ച് കഴിയുമ്പോൾ ഇപ്പൊ ഗർഭിണി ആകുമ്പോൾ TT എടുക്കും. നമുക്ക് TT എടുത്ത് കഴിയുമ്പോഴെന്താണ് കുറച്ചു നേരം എന്ത് ചെയ്യും, ഒബ്സർവേഷനിൽ ഇടും അല്ലെ. ഒബ്സർവേഷൻ ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മളെ വീട്ടിലേക്ക് വീടുള്ളൂ നിരീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. കാരണം എന്താണ്, അതിൽ അലർജീസോ കാര്യങ്ങളോ ഉണ്ടാവുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുന്നു. അതാണ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. കൺസൾട്ടേഷൻ എന്താണ്, ഡോക്ടറും രോഗിയുമായിട്ടൊരു മീറ്റിംഗ് അല്ലെ. എക്സ്പേർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഡോക്ടർ എന്നാണ് കേട്ടോ അർത്ഥം. അപ്പൊ ഡോക്ടറും രോഗിയുമായിട്ട് ഒരു മീറ്റിംഗ് ആണ് കൺസൾട്ടേഷൻ എന്ന് പറയുന്നത്. കൺസൾട്ടേഷനിലൂടെ എന്താണ്, രോഗി അവരുടെ ഹെൽത്ത് ഇഷ്യൂസ് പറയുന്നുണ്ട്. ഹെൽത്ത് ഇഷ്യൂസ് പറഞ്ഞതിന് ശേഷം ഡോക്ടർ എന്ത് ചെയ്യുന്നു, രോഗം നിർണ്ണയിച്ച് അതിലൂടെ മരുന്ന് നമുക്ക് എഴുതിത്തരുന്നു. ഓക്കെ, പിന്നെ എന്താണ് ട്രീറ്റ്മെന്റ്? ഒരാൾക്ക് രോഗം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള മെഡിക്കൽ കെയർ കൊടുക്കുന്നുണ്ട്. അതാണ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇന്റർവെൻഷൻ എന്താണ്, ഒരു വ്യക്തിക്ക് രോഗം വരുമ്പോ അത് ചികിത്സിച്ച് ഭേദമാക്കാനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. റീഹാബിലിറ്റേഷൻ മനസ്സിലായില്ലേ? ഒരാളെ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു. ക്ലിയർ ആയോ? OPD സർവീസ് ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? ഒന്ന് വായിച്ചു നോക്കി, വായിച്ചു നോക്കട്ടാ. റീഹാബിലിറ്റേഷൻ എന്തായിരിക്കും ഒന്ന് പറഞ്ഞു കൊടുത്തേ. അറിയാവുന്നവരൊന്ന് പറഞ്ഞു കൊടുത്തേ. റീഹാബിലിറ്റേഷൻ മീൻസ്
റീഹാബിലിറ്റേഷൻ അറിയില്ലേ? പുനരധിവാസം അല്ലെ, ഒരാളെ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു. സ്ട്രോക്ക് ഉള്ള ഒരാളെ ഞാൻ പറഞ്ഞില്ലേ, സ്ട്രോക്ക് ആയിട്ട് കിടക്കുന്ന ഒരാളെ എന്താണ് ഫിസിയോതെറാപ്പി ഒക്കെ വഴി നോർമൽ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതാണ് റീഹാബിലിറ്റേഷൻ. ഓക്കെ, വായിച്ചു നോക്കിയോ മക്കളെ? ക്ലിയർ ആയോ? നിങ്ങൾക്ക് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എടുക്കാം കേട്ടോ. ഒബ്ജക്റ്റീവ്സ് ഓഫ് OPD. എന്താണ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാല്? ഒബ്ജക്റ്റീവ്സ് എന്തായിരിക്കാം? ഒബ്ജക്റ്റീവ്സ് മീൻസ് എന്തായിരിക്കും? ലക്ഷ്യങ്ങൾ അല്ലെ. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ലക്ഷ്യങ്ങള് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് എന്താണ്? പ്രൊവൈഡിങ് ക്വാളിറ്റി ഓഫ് കെയർ. നിങ്ങൾക്ക് തന്നെ പറയാലോ എന്തായിരിക്കാം പറഞ്ഞിരിക്കുന്നത് അതിനകത്ത്? എന്തായിരിക്കാം മീനിങ്? പ്രൊവൈഡിങ് ക്വാളിറ്റി ഓഫ് കെയർ. നല്ല പരിപാലനം, നല്ല ക്വാളിറ്റി കെയർ അല്ലെ, ഗുണനിലവാരമുള്ള ക്വാളിറ്റി ആയിട്ടുള്ള കെയർ ആർക്ക് പ്രൊവൈഡ് ചെയ്യണം? പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യണം. പിന്നെ എന്താണ് സെക്കൻഡ് പോയിന്റ് നോക്കാം. മോഡേൺ ടെക്നിക്സ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് അല്ലെ. പഴയ കാല ടെക്നിക്കുകളൊക്കെ മാറ്റി എന്ത് വരണം? പുതിയ കാലത്തിലുള്ള മോഡേൺ ടെക്നിക്സ് യൂസ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ടും അതുപോലെ ബെറ്റർ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും. ഇവിടെ എന്തായിരിക്കാം ഇൻവെസ്റ്റിഗേഷൻ മീൻ ചെയ്യണത്? ആർക്കെങ്കിലും അറിയോ? ഇൻവെസ്റ്റിഗേഷൻ മീൻസ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ ഇൻവെസ്റ്റിഗേഷൻ എന്നൊക്കെ പറഞ്ഞാൽ എന്തായിരിക്കാം? കണ്ടുപിടുത്തങ്ങൾ. ഓക്കെ, ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റുകളാണ് കേട്ടോ. എന്താണ്? ബ്ലഡ് ടെസ്റ്റ് പറയുക ഡോക്ടർ, ബ്ലഡ് ടെസ്റ്റ്, യൂറിൻ ടെസ്റ്റ്, അതുപോലെ ലാബുകൾ കേട്ടോ. അതിന്റെ റേഡിയോളജി, MRI, എക്സ്റേ, CT സ്കാൻ ഒക്കെ പറയില്ലേ, അതാണ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പൊ ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലോട്ട് വരണം എന്തൊക്കെയാണ്? ടെസ്റ്റുകൾ ഉണ്ട്, അതുപോലെ എക്സ്റേ, MRI, CT സ്കാൻ ഒക്കെ മനസ്സിലോട്ട് വരണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ടെസ്റ്റുകൾ അല്ലെ, യൂറിൻ ടെസ്റ്റ്, ബ്ലഡ് ടെസ്റ്റ്, ലാബ്. പിന്നെ എന്താണ്? ലാബ് ടെസ്റ്റുകൾ പറയില്ലേ, ലാബ് ടെസ്റ്റുകൾ തന്നെയാണ് യൂറിൻ ടെസ്റ്റും ബ്ലഡ് ടെസ്റ്റുകളും. പിന്നെ എന്താണ്? MRI, എക്സ്റേ, CT സ്കാൻ ഒക്കെ പറയില്ലേ, അതിനെയൊക്കെയാണ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് കേട്ടോ. മനസ്സിലോട്ട് അപ്പൊ തന്നെ വരണേ. ഓക്കെ, അറിയാത്തവർ എഴുതി വെക്കട്ടാ. അപ്പൊ എന്താണ്? പിന്നെ ട്രീറ്റ്മെന്റ്സ് അറിയാലോ. അപ്പൊ മോഡേൺ ടെക്നിക്സ് കൊണ്ടുവരണം ഈ ഇൻവെസ്റ്റിഗേഷന്. അതിനുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് മോഡേൺ ടെക്നിക്സ് യൂസ് ചെയ്യണം. പിന്നെ എന്താണ്? ഫെസിലിറ്റേറ്റ് ഫോർ ടോട്ടൽ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. സാറ്റിസ്ഫാക്ഷൻ അറിയാലോ. എന്തായിരിക്കാം സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞത്? സാറ്റിസ്ഫാക്ഷൻ സംതൃപ്തി അല്ലെ. പേഷ്യന്റിന് എപ്പോഴും എന്താണ്? നല്ല രീതിയിൽ എന്താണ്? സംതൃപ്തിയോട് കൂടിയിട്ട് വേണം എല്ലാ സർവീസും പ്രൊവൈഡ് ചെയ്യാൻ അല്ലെ. അവർക്ക് ഒരിക്കലും എന്താണ്? തൃപ്തികേടൊന്നും ഇല്ലാതെ നല്ല രീതിയിലുള്ള ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള സർവീസുകൾ വേണം പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യാൻ. എപ്പോഴും ഹോസ്പിറ്റൽസ് നോക്കേണ്ടത് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ ആണ്. ഓക്കെ, പിന്നെ എന്താണ്? ഗുഡ് പബ്ലിക് റിലേഷൻസ് അല്ലെ. എന്താണ്? ഹോസ്പിറ്റൽസിൽ പേഷ്യൻസും വരും, അതുപോലെ തന്നെ വിസിറ്റേഴ്സും വരാറുണ്ട് അല്ലെ. ഈ വിസിറ്റേഴ്സിനെയും പേഷ്യന്റിനെയും എന്താണ് അവിടുത്തെ സ്റ്റാഫുകൾ ചെയ്യണം? ഗുഡ് ക്വാളിറ്റി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം അല്ലെ. നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പ് അവരുമായിട്ട് കീപ്പ് ചെയ്തിരിക്കണം. അപ്പൊ എന്താണ്? OPDയുടെ ലക്ഷ്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ഫസ്റ്റ് വൺ എന്താണ്? ക്വാളിറ്റി കെയർ അല്ലെ. പേഷ്യൻസിന് നല്ല രീതിയിലുള്ള ക്വാളിറ്റി കെയർ പ്രൊവൈഡ് ചെയ്യുക. പിന്നെ എന്താണ്? മോഡേൺ ടെക്നിക്സ് യൂസ് ചെയ്യണം. ബെറ്റർ ട്രീറ്റ്മെന്റ്സിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ടും നല്ല രീതിയിലുള്ള മോഡേൺ ടെക്നിക്സ് വേണം യൂസ് ചെയ്യാനായിട്ട്. പിന്നെ എന്താണ്? പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ ഉറപ്പുവരുത്തണം. പിന്നെന്താണ്?
വിസിറ്റേഴ്സും പേഷ്യൻസുകളും ആ OPD-യിലെ സ്റ്റാഫുകളും തമ്മിൽ എന്താണ് ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം അവിടുത്തെ എല്ലാ കാര്യങ്ങളും പോകാനായിട്ട്. ഓക്കെ, ഗുഡ് റിലേഷൻഷിപ്പ് അവരുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോണം. ക്ലിയർ അല്ലേ? 4 പോയിന്റും. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എന്ന് പറഞ്ഞേ. ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് എന്നത്? ഓക്കെ, എക്സ്റേ ടെസ്റ്റ്. ഓക്കെ, മാർക്ക് ചെയ്തിട്ട് അത്. ഓക്കെ ഓക്കെ ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി. ഇനി എന്താണ്? The scope of OPD includes the following. OPD-യുടെ സ്കോപ്പ് ആണ് അടുത്തത് പറയുന്നത്. എന്താണ് നോക്കാം. സ്കോപ്പ് അറിയോ? അതിന്റെ മീനിങ് എന്താ? സ്കോപ്പിന്റെ മീനിങ് എന്തായിരിക്കും? സ്കോപ്പ് സാധ്യത, പിന്നെ നിലവാരം. ഓക്കെ, സാധ്യത കേട്ടോ. OPD-യുടെ സാധ്യതകള് എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെയാണ്? ഫസ്റ്റ് നോക്കാം, കൺസൾട്ടേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അല്ലെ. കൺസൾട്ടേഷൻ, ഇൻവെസ്റ്റിഗേഷൻ, പ്രൊസീജിയേഴ്സ്, സ്പെഷ്യാലിറ്റി സർവീസുകൾ അല്ലെ. ഇതൊക്കെ ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? OPD-യിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൺസൾട്ടേഷൻ അറിയാലോ, ഡോക്ടേഴ്സുമായിട്ടുള്ള മീറ്റിംഗിനെയാണ് കൺസൾട്ടേഷൻ എന്ന് പറയുന്നത്. പിന്നെ എന്താണ്? ഇൻവെസ്റ്റിഗേഷൻ അറിയില്ലേ? ഓക്കെ, പിന്നെ എന്താണ്? പ്രൊസീജിയർ എന്താണ്? നടപടികൾ അല്ലെ, നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. പിന്നെ എന്താണ്? സ്പെഷ്യാലിറ്റി സർവീസ് പറഞ്ഞില്ലേ? ഹെൽത്ത് കെയർ സിസ്റ്റത്തിലെ എന്തെങ്കിലും റയർ കേസുള്ള രോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ചികിത്സിക്കുന്ന സ്പെഷ്യാലിറ്റി സർവീസുകളും അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഫസ്റ്റ് സ്കോപ്പ് ആയിട്ട് പറയുന്നത്. ഇൻവെസ്റ്റിഗേഷൻ, കൺസൾട്ടേഷൻ, പ്രൊസീജിയർ ആൻഡ് സ്പെഷ്യാലിറ്റി സർവീസുകൾ രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്? രണ്ടാമത്തെ സ്കോപ്പ് നോക്കാം. Preventive and promotive health care clinic which includes diabetics and antenatal. എന്താണ്? പ്രിവെന്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? തടയുക അല്ലെ, രോഗങ്ങൾ വരുന്നത് അല്ലെങ്കിൽ രോഗങ്ങൾ പകരുന്നത് തടയാനായിട്ടുള്ള നടപടിക്രമങ്ങൾ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്? പ്രൊമോട്ടീവ് ഹെൽത്ത് കെയർ അല്ലെ, ഹെൽത്ത് കെയർ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്? ഡയബറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? ഡയബറ്റിക്സ് ഷുഗർ ഉള്ള ആൾക്കാരെ, പ്രമേഹ രോഗികളെയാണ് ഡയബറ്റിക്സ് പേഷ്യൻസ് എന്നൊക്കെ പറയുന്നത് അല്ലെ. അപ്പൊ അവർക്ക് വേണ്ട കുറെ അധികം ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്? ആന്റിനേറ്റൽ എന്ന് പറഞ്ഞാല്, ആന്റിനേറ്റൽ പ്രഗ്നൻസി പീരീഡ് അല്ലെ. എന്താണ്? ഗർഭിണിയുടെ ആരോഗ്യത്തെയും സംരക്ഷണത്തെയും അല്ലെങ്കിൽ സുരക്ഷയും സംബന്ധിച്ച, ഗർഭിണിയുടെ ആരോഗ്യത്തെയും സുരക്ഷയും സംബന്ധിച്ച പ്രഗ്നൻസി പീരീഡിനെയാണ് ആന്റിനേറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് വേണ്ടി കുറെ അധികം ഫെസിലിറ്റീസ് OPD-യിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്? റീഹാബിലിറ്റേഷൻ സർവീസ് അല്ലെ. നമ്മൾ കുറെ ആയല്ലേ പറയുന്നത്, പുനരധിവാസ സർവീസുകൾ ഒരാളെ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. പിന്നെ എന്താണ്? ഹെൽത്ത് എഡ്യൂക്കേഷൻ അറിയാലോ നിങ്ങൾക്ക്. കൊറോണ ടൈമിലൊക്കെ മിസ് പറഞ്ഞതല്ലേ. കൊറോണ ടൈമിലൊക്കെ എന്താണ്? ഫ്ലെക്സുകൾ അല്ലെങ്കിൽ വാളിലൊക്കെ പോസ്റ്ററുകൾ വെച്ചിട്ടുണ്ടാവും അല്ലെ. ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം, മാസ്ക് ധരിക്കണം അല്ലെ, എപ്പോഴും കൈ കഴുകണം, ഇടവിട്ട് കൈ കഴുകിക്കൊണ്ടിരിക്കണം എന്നുള്ള രീതിയിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ബോധവൽക്കരണം പൊതുജനങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. അതാണ് ഹെൽത്ത് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടത്. ക്ലിയർ അല്ലേ? അപ്പോ ഇത്രയും സ്കോപ്പാണ് OPD-ക്ക് ഉള്ളത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ എന്താണ്? കൺസൾട്ടേഷൻ, ഇൻവെസ്റ്റിഗേഷൻ, പ്രൊസീജിയർ, സ്പെഷ്യാലിറ്റി സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്? പ്രൊമോട്ടീവ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. രോഗങ്ങൾ വരുന്നത് തടയാനായിട്ടുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. ഒരാളെ പുതിയ ജീവിതത്തിലേക്ക്, നോർമൽ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ടുള്ള സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹെൽത്ത് എഡ്യൂക്കേഷൻ രോഗികൾക്ക് അല്ലെങ്കിൽ പൊതുജനങ്ങൾക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? വായിച്ചു നോക്കിയേ. ഓക്കെ ആണോ? ഇന്ന് മിസ് 3 മണി വരെ ക്ലാസ് എടുക്കൂട്ടാ. വാഹിദ ടീച്ചർ ലീവാണ്. അപ്പോ 3 മണി വരെയാണ് നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടായിരിക്കുന്നത് കേട്ടോ.
ആൻജിനറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗർഭിണികളുടെ ആരോഗ്യത്തെയും സുരക്ഷയെയും സംബന്ധിച്ചിട്ടുള്ള പ്രഗ്നൻസി പീരീഡ് ഏതാണ്? എന്താ പറയേണ്ടത് ഒന്നുകൂടി? എഡ്യൂക്കേഷനാണ്. എഡ്യൂക്കേഷൻ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഹെൽത്ത് എഡ്യൂക്കേഷൻ ആണോ? ഹെൽത്ത് എഡ്യൂക്കേഷൻ എങ്ങനെയാണ്? കൊറോണ ടൈമിലൊക്കെ എങ്ങനെയാണ്? ഇപ്പോ ഹോസ്പിറ്റലിലൊക്കെ എന്താണ് പോസ്റ്ററുകളൊക്കെ വെക്കൂലെ, വാളിൽ ഇങ്ങനെ കത്തിച്ച് പോലെ പോസ്റ്ററുകൾ അല്ലെങ്കിൽ ഫ്ലെക്സ് ഒക്കെ വെക്കാറുണ്ട്. അപ്പൊ എന്താണ്, ആ കൊറോണ ടൈം ആയപ്പോഴേക്കും വളരെയധികം എന്താണ് ഇത് സ്പ്രെഡ് ആവുന്നത് കൊണ്ട് പൊതുജനങ്ങളിലേക്ക് എന്താണ് അവയർനെസ് കൊടുക്കേണ്ടത് ആവശ്യമുണ്ട്. അപ്പൊ എന്താണ് അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പോ പോസ്റ്ററുകൾ എന്തായിരിക്കാം? ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം, എപ്പോഴും കൈ കഴുകിക്കൊണ്ടിരിക്കണം, മാസ്ക് ധരിക്കണം എന്നൊക്കെ എന്താണ് ആ പോസ്റ്ററുകൾ കാണാം അല്ലെ. അപ്പൊ എന്താണ് അങ്ങനെയുള്ള അവയർനെസ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഹോസ്പിറ്റൽസ് പൊതുജനങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞത്. ക്ലിയർ ആയോ? ഓക്കെയാണോ? ഓക്കെ. ഇനി എന്താണ്? ലൊക്കേഷൻ ഓഫ് OPD. OPD ലൊക്കേഷൻ എങ്ങനെയാണ്? എന്താണ്? ഫസ്റ്റ് വൺ എന്താണ്? ഓൺ ഗ്രൗണ്ട് ഫ്ലോർ. എന്തായിരിക്കാം അങ്ങനെ പറയുന്നത്? ഓൺ ഗ്രൗണ്ട് ഫ്ലോർ എന്തായിരിക്കാം മീൻ ചെയ്യുന്നത്? ഗ്രൗണ്ട് ഫ്ലോറിൽ ആയിരിക്കണോ അല്ലെ OPDയുടെ വിഭാഗം അല്ലെങ്കിൽ OPD ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഏറ്റവും താഴത്തെ നിലയിൽ, താഴെത്തട്ടിലായിരിക്കണം അല്ലെ, താഴെ ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഗ്രൗണ്ട് ഫ്ലോർ എന്ന് പറഞ്ഞാല് താഴെ. അപ്പോ OPD ഡിപ്പാർട്ട്മെന്റ് നിൽക്കുന്നത് എവിടെയായിരിക്കണം? ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം സ്ഥാപിച്ചിരിക്കുന്നത്. ഇറ്റ് ഷുഡ് ഷെയർ വിത്ത് IPD ഡയഗ്നോസ്റ്റിക് ആൻഡ് തെറാപ്യൂട്ടിക് ഫെസിലിറ്റീസ്. എന്താണ്? OPD IPD. എന്താണ് IPD? ചോദിക്കട്ടെ, IPD എന്തായിരിക്കും? IPD ഇൻപേഷ്യന്റ് അല്ലെ, ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് IPD എന്ന് പറയുന്നത് കേട്ടോ. അറിയാത്തവര് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിനെയാണ് IPD എന്നതുകൊണ്ട് പറയുന്നത്. ഓക്കെ. അപ്പൊ എന്താണ്? IPDയും OPDയും തമ്മിൽ കണക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം സ്ഥാപിക്കേണ്ടത്. IPDയും OPD വിഭാഗവും തമ്മിൽ രണ്ടും കൂടി കണക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ. ഇനി എന്താണ്? ഡയഗ്നോസ്റ്റിക് അറിയാലോ. അതുപോലെ എന്താണ്? തെറാപ്യൂട്ടിക് ഫെസിലിറ്റീസും അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി എന്താണ്? യൂണി ഡയറക്ഷണൽ ഫ്ലോ. ഇതെന്തായിരിക്കാം? യൂണി ഡയറക്ഷണൽ ഫ്ലോ. ഓരോ ഡയറക്ഷനിലായിരിക്കണം അല്ലെ. എന്താണ്? OPDക്ക് ഒരു സ്ട്രക്ചർ ഉണ്ട് അല്ലെ. ഫസ്റ്റ് പറഞ്ഞത് എന്താ മിസ്? അതിന്റെ പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നത്? ഒരു സ്ട്രക്ചറിലാണ് അതിന്റെ പ്രോസസ്സ് കടന്നു പോകുന്നത്. എങ്ങനെയായിരിക്കാം? രോഗി വരുന്നു, രജിസ്ട്രേഷൻ നടത്തുന്നു. ഓർമ്മയുണ്ടോ ആ പ്രോസസ്സ്? ഓർമ്മയുണ്ടോ? പേഷ്യന്റ് ഹോസ്പിറ്റലിലോട്ട് വരുന്നു, OPG എടുക്കുന്നു, ഡോക്ടറെ കാണുന്നു, മരുന്ന് വാങ്ങുന്നു, തിരിച്ചു പോകുന്നു അല്ലെ. ആ സ്ട്രക്ചറിൽ, ഒരേ സ്ട്രക്ചറിലാണ് OPDയുടെ സർവീസ് നടക്കുന്നത്. അതാണ് യൂണി ഡയറക്ഷണൽ ഫ്ലോയില് പറയുന്നത് കേട്ടോ. അതെന്താണ്? ഒരു സ്ട്രക്ചറിലാണ് OPD വിഭാഗം പ്രവർത്തിക്കുന്നത്. ഒരു സ്ട്രക്ചറിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ അല്ലെ. രജിസ്ട്രേഷൻ, കൺസൾട്ടേഷൻ, മെഡിക്കേഷൻ. ഓക്കെ. ഇനി എന്താണ്? സ്കോപ്പ് ഓഫ് എക്സ്പാൻഷൻ. എക്സ്പാൻഷൻ എന്താണ്? എക്സ്പാൻഷൻ പറയാം മിസ് പറയാം. എന്താണ് എക്സ്പാൻഷൻ? വിസ്തൃതി അല്ലെ. ധാരാളം സ്പേസ് എന്നൊക്കെ പറയാം അല്ലെ. സ്പേസുകൾ ഉണ്ട് അല്ലെ. OPD വിഭാഗത്തിന് ധാരാളം വിസ്തൃതി ഉണ്ട്, കുറെ അധികം ഫെസിലിറ്റീസ് അവിടെ ഉണ്ട്, അവൈലബിൾ ആണ്. അതാണ് സ്കോപ്പ് ഓഫ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. എന്തായിരിക്കാം തെറാപ്യൂട്ടിക്കിന്റെ മീനിങ് എന്ന് പറഞ്ഞു കൊടുത്തേക്ക് നമുക്ക്? തെറാപ്യൂട്ടിക്
ഡയഗ്നോസ്റ്റിക്സ് ആൻഡ് തെറാപ്യൂട്ടിക് ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കാം? എക്സ്റേ ടെസ്റ്റുകള്, എന്താണ് ബ്ലഡ് ടെസ്റ്റ്, യൂറിൻ ടെസ്റ്റ്, അങ്ങനെയുള്ള ടെസ്റ്റുകളൊക്കെ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. തെറാപ്പികള്. ഓക്കെ, അപ്പൊ എന്താണ് ലൊക്കേഷൻ ഓഫ് ഒ പി ഡിയിൽ പറയുന്നത് 4 കാര്യങ്ങളെ കുറിച്ചാണ്. എന്താണ് ഫസ്റ്റ് എന്താണ് പറയുന്നത്? ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം ഒ പി വിഭാഗം. പിന്നെ എന്താണ് IPDയുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം ഈ ഒ പി ഡി ഉണ്ടായിരിക്കേണ്ടത്. അവിടെ എന്താണ് ഡയഗ്നോസ്റ്റിക് ആൻഡ് തെറാപ്യൂട്ടിക് ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കാം? എക്സ്റേ, പിന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റുകളുടെ ഫെസിലിറ്റീസ് അല്ലെ, MRI, അങ്ങനെയുള്ള ഫെസിലിറ്റീസ് രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ് യൂണി ഡയറക്ഷണൽ ഫ്ലോ അല്ലെ, ഒരു സ്ട്രക്ചറിലായിരിക്കും ഈ ഒ പി ഡി സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. എങ്ങനെയാണ്? രജിസ്ട്രേഷൻ, ഡോക്ടറെ കാണുന്നു, മരുന്ന് വാങ്ങിക്കുന്നു, തിരിച്ചു പോകുന്നു, ആ ഫ്ലോയിലായിരിക്കും പോകുന്നത്. പിന്നെ എന്താണ് എക്സ്പാൻഷൻ, കുറെ അധികം വിസ്തൃതി സ്ഥലങ്ങളും കുറെ അധികം ഫെസിലിറ്റീസും ഇവിടെയുണ്ട്. ഓക്കെ ആണോ? ക്ലിയർ ആണോ ഈ 4 പോയിന്റും? ഓക്കെ, ഇനി അടുത്തതാണ് ഏരിയാസ് ഓഫ് ഒ പി ഡി. പലതരത്തിലുള്ള ഏരിയാസ് ഉണ്ട് ഒ പി ഡി. ഏതൊക്കെയാണെന്ന് നോക്കാം. പേഷ്യന്റ് ഏരിയ, അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ ആൻഡ് ക്ലിനിക്കൽ ഏരിയ. പേഷ്യന്റ് ഏരിയയിൽ എന്തൊക്കെയുണ്ടാവും? എൻട്രൻസ്, റിസപ്ഷൻ, രജിസ്ട്രേഷൻ, റെക്കോർഡ് റൂം, വെയിറ്റിംഗ് ഏരിയ എന്നാണ് കേട്ടോ. ഇത് മിസ്റ്റേക്ക് ആണ്. വെയിറ്റിംഗ് ഏരിയ, അതുപോലെ സ്നാക്ക് ബാർ, ATM മെഷീൻസ്, ഈ കാര്യങ്ങളൊക്കെ പേഷ്യന്റ് ഏരിയയിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇനി അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയിൽ എന്തൊക്കെ ഉണ്ടാവും? അഡ്മിനിസ്ട്രേറ്റർ ഓഫീസ്, പബ്ലിക് റിലേഷൻ ഓഫീസ്, അക്കൗണ്ട്സ്, ബില്ലിംഗ്, സെക്യൂരിറ്റി, ട്രാൻസ്പോർട്ട്, സ്റ്റോർ റൂമുകൾ ഇവിടെ എവിടെ ഉണ്ടായിരിക്കും? അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയാസിൽ ഉണ്ടായിരിക്കും. ക്ലിനിക്കൽ ഏരിയ, അവിടെ എന്തൊക്കെ ഉണ്ടാവും? കൺസൾട്ടേഷൻ ഉണ്ടാവും. എന്താണ് എക്സാമിനേഷൻ റൂം എന്ന് പറഞ്ഞാല്? എക്സാമിനേഷൻ റൂം എന്തായിരിക്കാം? ഒബ്സർവേഷൻ റൂം അല്ലേ? അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ ഡോക്ടറുടെ കൺസൾട്ടേഷൻ റൂം ഉണ്ടാവുമല്ലോ, അതിനോട് തന്നെ അറ്റാച്ച് ചെയ്തിട്ട് ഒരു റൂം ഉണ്ടാവും. ചെക്ക് ചെയ്യണത് കറക്റ്റ് ആണ്, ചെക്ക് ചെയ്യുന്ന റൂം. ഇപ്പൊ എന്താണ് ഒരാള് വയറുവേദനയായിട്ടാണ് ഡോക്ടറെ കാണാൻ വരുന്നതെങ്കിൽ എന്താണ് അയാളുടെ വയറ് പരിശോധിപ്പിക്കണം, ഡോക്ടറിന്റെ വയറ് പരിശോധിക്കണം. അപ്പൊ എന്ത് ചെയ്യും? ആ റൂമില് എന്താണ് കൺസൾട്ടേഷൻ റൂമിനോട് അടുത്തായിട്ട് തന്നെ ഒരു റൂം ഉണ്ടാവും. ചിലപ്പോ കർട്ടനിട്ട് മറിച്ചിട്ടുണ്ടാവും. അവിടെ എന്താണ് കിടത്തി ചികിത്സിക്കാൻ, കിടത്തി നോക്കാനായിട്ടുള്ള ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ കിടത്തി നോക്കി അയാളുടെ വയറ് പരിശോധിക്കാനായിട്ട് പറ്റും. അതാണ് എക്സാമിനേഷൻ റൂം എന്ന് പറഞ്ഞാൽ. എന്താണ് കൺസൾട്ടേഷൻ റൂമിനോട് അറ്റാച്ച് ചെയ്തിട്ട് തന്നെ വേറൊരു റൂം ഉണ്ടാവും. ചിലപ്പോ എന്താണ് കർട്ടൻ ഇട്ടിട്ട് മറിച്ചിട്ടുണ്ടാവും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിനെയാണ് എക്സാമിനേഷൻ റൂം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആയോ എക്സാമിനേഷൻ റൂം? ഓക്കെ. പിന്നെ എന്താണ് ഡ്രസ്സിംഗ് റൂം ഉണ്ടാവും, ഫിസിയോതെറാപ്പി, ബ്ലഡ് ബാങ്ക്, റേഡിയോളജി. ബ്ലഡ് ബാങ്ക്, റേഡിയോളജി ഒക്കെ ഒരു ചാപ്റ്റേഴ്സ് ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം കേട്ടോ. ഇപ്പൊ ഇത്ര മാത്രം അറിഞ്ഞിരുന്നാൽ മതി. പേഷ്യന്റ് ഏരിയയിൽ ഏതൊക്കെ വരും, അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയില് ഏതൊക്കെയാണ് വരുന്നത്, ക്ലിനിക്കൽ ഏരിയയില് ഏതൊക്കെയാണ് വരുന്നത്, ഒന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയത്.
ക്ലിയർ അല്ലേ മക്കളെ? ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി ഏതൊക്കെയാണ് വരാ, എൻട്രൻസ് എവിടെയാണ് വരാ, പേഷ്യന്റ് ഏരിയയില്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. ഓക്കെ, ഇനി എന്താണ് ഫ്ലോ പാറ്റേൺ ഓഫ് ക്ലൈംസ് ഇൻ OPD. ആ ഫ്ലോ ചാർട്ട് കണ്ടോ? ഒന്ന് നോക്കിയേ, മനസ്സിലാവുന്നുണ്ടോ നോക്കിയൊന്ന്. എന്റെ ഒരാള് മിസ്സിനെ പറഞ്ഞു തന്നെ ക്ലിയർ ആയിട്ട്, എല്ലാവർക്കും ക്ലിയർ ആവുന്ന രീതിയിൽ പറഞ്ഞു തന്നു കേട്ടോ. ഒന്ന് നോക്കിട്ടാ. ഇത്ര നേരം പറഞ്ഞ സംഭവങ്ങൾ തന്നെയല്ലേ ആ ഫ്ലോ ചാർട്ടിലുള്ളത്? മനസ്സിലായോ? ക്ലിയർ ആയോ? ഫ്ലോ ചാർട്ട് നോക്കിയപ്പോ ഓക്കെ ആണ്. ആരാ പറയാം? അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. ആരെങ്കിലും ഒരാള് പറഞ്ഞേ, ആരാ പറയാ? ഞാൻ പറയാം മിസ്. ആരാ? ആ ഹിമ പറഞ്ഞു. നമ്മൾ ഫസ്റ്റ് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ എൻക്വയറി വിഭാഗം ഉണ്ടാവും. ആ എൻക്വയറി ചെയ്തതിന് ശേഷം രജിസ്ട്രേഷനിലേക്ക് പോവാം. നമ്മളുടെ പേഴ്സണൽ അതല്ലെങ്കിൽ നമ്മളുടെ കുറച്ച് ഡാറ്റാസ് അവിടെ കൊടുത്തിട്ട് രജിസ്ട്രേഷൻ എടുക്കണം. അപ്പൊ ഏത് ഡോക്ടറെയാണ് കാണേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഡോക്ടറുടെ കൺസൾട്ടിംഗ് റൂമിന്റെ അടുത്ത് ഒരു വെയിറ്റിംഗ് ഏരിയ ഉണ്ടാവും. അപ്പൊ അവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്പർ അനുസരിച്ച് നമ്മളെ കൺസൾട്ടേഷന് വിളിക്കും. ആഫ്റ്റർ കൺസൾട്ടേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് എന്തെങ്കിലും രോഗനിർണയമോ അല്ലെങ്കിൽ എന്തെങ്കിലും അന്വേഷണ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ അവിടെ നമുക്ക് ആ ഫെസിലിറ്റീസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ തന്നെ അവിടെ നിന്ന് കിട്ടുന്ന പ്രിസ്ക്രിപ്ഷൻ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ ഫാർമസിയിൽ ചെല്ലേണ്ടത്. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് അതിന് അനുസരിച്ചുള്ള മെഡിസിൻസ് കിട്ടും. എക്സിറ്റ്. ക്ലിയർ ആയോ മക്കളെ? പറഞ്ഞത് മനസ്സിലായോ? ഓക്കെയാണ് എല്ലാവരും? ഓക്കെ, ഒന്നും കൂടി പറഞ്ഞു തരാം. എന്താണ് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? രജിസ്റ്റർ ചെയ്യുന്നു അല്ലെ? എൻക്വയറീസിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യുന്നതാണ്. പേര് വിവരങ്ങളും അഡ്രസ്സൊക്കെ രജിസ്റ്റർ ചെയ്യുന്നു. വെയിറ്റിംഗ് ഹാളിൽ അല്ലെ? ടോക്കൺ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു? അവിടെ ഇരിക്കുന്നു, വെയിറ്റ് ചെയ്യുന്നു, ഡോക്ടറെ കാണുന്നു. കൺസൾട്ടേഷൻ റൂമില് ഡോക്ടറെ കണ്ട് എന്തെങ്കിലും എന്തെങ്കിലും ചെക്കപ്പുകൾ അല്ലെ, ടെസ്റ്റുകൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു? ആ ടെസ്റ്റുകൾ ചെയ്തിട്ട് ആ റിസൾട്ടുമായിട്ട് പിന്നെയും ഡോക്ടറെ കാണുന്നു. ഡോക്ടർ എന്ത് ചെയ്യുന്നു? മരുന്ന് തരുന്നു. മരുന്ന് വാങ്ങിച്ചതിന് ശേഷം ഫാർമസിയിൽ നിന്ന് പോയിട്ട് മരുന്ന് വാങ്ങിക്കുന്നു. മരുന്ന് വാങ്ങിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. ക്ലിയർ ആയോ? ഓക്കെയാണോ? ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഇൻവെസ്റ്റിഗേഷൻ മനസ്സിലായില്ലേ? ഇൻവെസ്റ്റിഗേഷൻ എന്താണ്? ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കാം? ടെസ്റ്റുകൾ ഇട്ട് അത് മറക്കരുതിട്ടാ. ഓക്കെ, ഇനി എന്താണ് എക്യുപ്മെന്റ്സ്? അടുത്ത പോർഷൻ ആണ് എക്യുപ്മെന്റ്സ്. എക്യുപ്മെന്റ്സ് മീൻസ് എന്താണ്? എക്യുപ്മെന്റ്സ് എന്ന് പറഞ്ഞാലും ഉപകരണങ്ങൾ അല്ലെ? ഉപകരണങ്ങൾ എന്നാണ് എക്യുപ്മെന്റ്സിന്റെ അർത്ഥം. അറിയാത്തവരെ നോട്ട് ചെയ്ത് വെക്കണേ. ഉപകരണങ്ങൾ. എക്യുപ്മെന്റ്സ് മീൻസ് ഉപകരണങ്ങൾ. ഓക്കെ, ഫസ്റ്റത്തെ എന്താണ്? ഡയഗ്നോസ്റ്റിക് ഏരിയ. ഡയഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? രോഗം നിർണയിക്കുന്നതിനുള്ള എക്യുപ്മെന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഏതൊക്കെയാണ്? ഫസ്റ്റ് BP apparatus. എന്തായിരിക്കാം BP apparatus? BP apparatus means പ്രഷർ ചെക്ക് ചെയ്യുന്ന ഉപകരണമാണ് അല്ലെ? ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യുന്നത്. BP apparatus എന്ന് പറഞ്ഞാല് ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി എൻഡോസ്കോപ്പി എന്നറിയാൻ പറ്റുമല്ലോ, എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കുമല്ലോ. എൻഡോസ്കോപ്പി എന്തായിരിക്കാം? വയറ് ചെക്ക് ചെയ്യുന്നത് അല്ലെ? വയറിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു? ഈ എൻഡോസ്കോപ്പി വഴി നമുക്ക് അറിയാനായിട്ട് പറ്റും.
ആർക്കെങ്കിലും അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ചെക്ക് ചെയ്തിട്ടുണ്ടോ? എൻഡോസ്കോപ്പി ചെയ്തിട്ടുണ്ടോ? ആർക്കില്ല? ചെയ്തിട്ടുണ്ടോ? എന്താ പേര്? തിരിയിലാണ്. അതിലാണ് ടിൽന. അല്ലീനൊക്കെ ചെയ്തിട്ടുണ്ട്. നോക്കട്ടെ, പറയാൻ പറ്റുമോ എങ്ങനെയാണ് ഒരു അനുഭവം? അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട് മിസ്. ചെയ്തവരൊന്ന് പറയാൻ പറ്റുമോ? പറഞ്ഞോ മോളെ. ഞാൻ പറയട്ടെ സിസ്റ്റർ. ടിൽന പറയാം. എന്റെ കോയിൻ വിഴുങ്ങിയിട്ടുണ്ട്. ഞാനൊരു 5ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിൽ പഠിച്ചപ്പോ അങ്ങനെ അത് ചെയ്തിട്ടുണ്ട്. എടുത്തു, കോയിൻ എടുത്തു. പിന്നെ ഭയങ്കര പെയിനായിരുന്നു. അത് ആ കുഴലിങ്ങനെ ഇറക്കുമ്പോ ചിലപ്പോ വായൊക്കെ പൊട്ടോ അല്ലെ? നമ്മുടെ ഒരാഴ്ച ലിക്വിഡ് ഫുഡ് മാത്രമേ പിന്നെ കഴിക്കാൻ പറ്റുള്ളൂ. ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലെ? ഓക്കെ. പിന്നെ ആർക്കാ ചെയ്തിട്ടുള്ളത് എൻഡോസ്കോപ്പി? വേറെ ആൾക്കാര് ഹലോ പറഞ്ഞോ. ഹലോ പറഞ്ഞ പോലെ കേൾക്കുന്നുണ്ട്. എനിക്ക് ഒരു ഡിസീസ് വന്നായിരുന്നു. അപ്പൊ അതിന്റെ ഇതില് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റൊമക് പെയിനും കാര്യങ്ങളൊക്കെ ഭയങ്കര സിവിയർ. അത് ക്രോൺ ഡിസീസ് എന്ന് പറഞ്ഞിട്ട് ഐ ഡോണ്ട് തിങ്ക് ഫെമിലിയർ ആയിരിക്കത്തില്ല. അത് കുറച്ച് റെയർ ആയിട്ടുള്ള അസുഖം. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എനിക്ക് ചെയ്യേണ്ടി വന്നായിരുന്നു. സോറി. പിന്നെ ആരാ പറഞ്ഞ എംസിനോട്? പ്രതീക്ഷിച്ചില്ലല്ലേ? റീമക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. യെസ് മാം. പറയാ മോളെ. കോവിഡ് ടൈമിലായിരുന്നു. കോവിഡ് ടൈമില് ഗ്യാസ്ട്രൈറ്റിസിന് പ്രശ്നം വന്ന് എപ്പോഴും വോമിറ്റിംഗ് ആയിരുന്നു. അപ്പൊ ചെയ്തു. എങ്ങനെയുണ്ടായിരുന്നു കുഴലൊക്കെ ഇറക്കിയപ്പോ? ആദ്യം തൊണ്ട മരവിപ്പിച്ച് സ്പ്രേ. അന്നേരം വോമിറ്റിംഗ് ആയിരുന്നു. ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു. കേട്ടില്ലേ ഓരോരുത്തരും പറഞ്ഞ അനുഭവങ്ങള്? അപ്പൊ മനസ്സിലായോ എൻഡോസ്കോപ്പി ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളത്? മനസ്സിലായോ എല്ലാവർക്കും? എൻഡോസ്കോപ്പി ചെയ്യുമ്പോൾ എന്താണ്? വായ ആദ്യം മരവിപ്പിക്കും. സ്പ്രേ ചെയ്തിട്ട് നമ്മുടെ വായ മൊത്തം മരവിപ്പിക്കും. എന്നിട്ട് ചെയ്യും. എൻഡോസ്കോപ്പിന്റെ ഉപകരണം വെച്ചിട്ട് ചെയ്യും. ഒരു കുഴലാണ്. അത് എന്തെങ്കിലും നമ്മുടെ തൊണ്ടയിൽ ഇങ്ങനെ ഇറക്കും. വയറ് വരെ ഇങ്ങനെ ഇറക്കും. എന്നിട്ട് അതിന്റെ ടിപ്പിൽ എന്താകും? ഒരു ക്യാമറ ഉണ്ടാവില്ല. എന്നിട്ട് ഇത് ചെയ്യും. സ്ക്രീനിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും എന്തൊക്കെയാണ് വയറിലുള്ള പ്രശ്നങ്ങൾ എന്നൊക്കെ നമുക്ക് കമ്പ്യൂട്ടർ സ്ക്രീനിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനി നെക്സ്റ്റ് ആണ് പോർട്ടബിൾ എക്സ്റേ. എന്താണ് പോർട്ടബിൾ എന്ന് പറഞ്ഞാൽ? പോർട്ടബിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? മൂവബിൾ അല്ലേ? പോർട്ടബിൾ എന്ന് പറഞ്ഞാല് മൂവബിൾ. മൂവബിൾ എക്സ്റേ ചെയ്തിട്ടുണ്ടോ? ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എക്സ്റേ? ആരും ചെയ്തിട്ടില്ല? ചെയ്തിട്ടില്ല? ഇല്ല. അപ്പൊ എന്താണ് മൂവബിൾ എക്സ്റേ എന്നാണ് പറയുന്നത്. എന്താണ് ഈ എക്സ്റേ? എന്താണ് നമ്മൾക്ക് ആ എക്സ്റേ ഡിപ്പാർട്ട്മെന്റിലോട്ട് പോവാതെ എന്താണ് നമ്മുടെ അടുത്ത് വന്നിട്ട് ഇപ്പൊ ഒരു രോഗി അഡ്മിറ്റ് ആയി കിടക്കുന്നെങ്കിൽ എന്താണ് നമ്മുടെ അടുത്ത് വന്നിട്ട് അവരെ എക്സ്റേ എടുത്ത് കൊണ്ടുപോകും. ഓക്കെ. അതൊരു 15 മിനിറ്റോ ഒക്കെ കഴിയുമ്പോൾ അതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് മൂവബിൾ എക്സ്റേ ആണ്. പോർട്ടബിൾ എക്സ്റേ എന്ന് പറഞ്ഞാല് മൂവബിൾ എക്സ്റേ ആണ്. അതെന്താണ് നമ്മുടെ അടുത്ത് ആ ഡിപ്പാർട്ട്മെന്റിലോട്ട് പോവാതെ, എക്സ്റേ ഡിപ്പാർട്ട്മെന്റ്, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലോട്ട് പോവാതെ എന്താണ് നമുക്ക് വന്നിട്ട് എന്താണ് നമ്മുടെ റൂമിലോട്ട് വന്നിട്ട് അവർ എക്സ്റേ എടുത്ത് പോകും. അതിനെയാണ് പോർട്ടബിൾ എക്സ്റേ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി എന്താണ് പോർട്ടബിൾ USG? എന്താണ് USG?
USG, അൾട്രാസൗണ്ട് സോണോഗ്രഫി. അറിയാത്തവര് നോട്ട് ചെയ്ത് വെക്കണേ. അൾട്രാസൗണ്ട് സോണോഗ്രഫി. എക്സ്പാൻഡഡ് നെയിം ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ എഴുതാവുന്നതാണ് കേട്ടോ. ചിലപ്പോ എക്സാമിന് വരാം നിങ്ങൾക്ക്, അതുകൊണ്ടാണ് പറയുന്നത്. നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അൾട്രാസൗണ്ട് സോണോഗ്രഫി. അൾട്രാസൗണ്ട് കേട്ടിട്ടുണ്ടോ? പ്രഗ്നൻസി ടൈമിലുള്ള സ്കാനിങ്ങിലൊക്കെ അൾട്രാസൗണ്ട് സ്കാനിങ് ആണ് ചെയ്യുന്നത്. അറിയോ? എന്താണ്, വയറിൽ ഒരു സെല്ല് പരത്തിയിട്ട് അൾട്രാസൗണ്ട് മെഷീൻ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? സ്കാനിങ് ചെയ്യുന്നു. അപ്പൊ എന്താണ്, ബേബിയുടെ പൊസിഷനും വെയിറ്റ് കാര്യങ്ങൾ, ഹാർട്ട് ബീറ്റുകളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. സ്ക്രീനിൽ നമുക്ക് അറിയാൻ പറ്റും. ബേബിയുടെ പൊസിഷൻ കാര്യങ്ങളൊക്കെ സ്ക്രീനിൽ കാണാൻ പറ്റും. ഓക്കെ, ഇനി എന്താണ് എക്കോ? എക്കോ എന്തായിരിക്കാം? അൾട്രാസൗണ്ട് സോണോഗ്രഫി എന്നാണ് USG പറയുന്നത്. അൾട്രാസൗണ്ട് മെഷീൻ യൂസ് ചെയ്തിട്ടാണ് ഈ അൾട്രാസൗണ്ട് സോണോഗ്രഫി ചെയ്യുന്നത്. പ്രഗ്നൻസി ടൈമിലൊക്കെ ചെയ്തിട്ടുണ്ടാവും. അമ്മമാരോടൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്താണ്, നമ്മുടെ വയറിൽ എന്ത് ചെയ്യുന്നു? ഒരു ജെല്ല് പരത്തിയിട്ട് ഈ അൾട്രാസൗണ്ട് മെഷീൻ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? അത് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് കുട്ടിയുടെ പൊസിഷനും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും കമ്പ്യൂട്ടർ സ്ക്രീനിൽ. ഓക്കെ, ഇനി എക്കോ. എക്കോ എന്താണ്? ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും അല്ലെ. ഹാർട്ടിന്റെ മൂവ്മെന്റ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടെസ്റ്റ് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ എക്കോ എന്താണ്? എക്കോ കാർഡിയോഗ്രാം. എക്കോ കാർഡിയോഗ്രാം ആണ് കേട്ടോ. ഹാർട്ടിന്റെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ അല്ലെ. അപ്പൊ ഡയഗ്നോസ്റ്റിക് എക്യുപ്മെന്റ്സ് ഏതൊക്കെയാണ്? BP അപ്പാരറ്റസ് ഉണ്ട്, എൻഡോസ്കോപ്പി ഉണ്ട്, പോർട്ടബിൾ എക്സ്റേ ഉണ്ട്, പോർട്ടബിൾ USG ഉണ്ട്, എക്കോ ഉണ്ട്. ഓക്കെ, ഇനി എന്താണ് തെറാപ്യൂട്ടിക് എക്യുപ്മെന്റ്സ്? എന്താണെന്ന് നോക്കാം. തെറാപ്യൂട്ടിക് ഫസ്റ്റ് എന്താണ്? നെബുലൈസർ. നെബുലൈസർ അറിയാലോ, എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ. എന്തിനാ യൂസ് ചെയ്യണേ നെബുലൈസർ? ആവി പിടിക്കാനൊക്കെ യൂസ് ചെയ്യുന്നു അല്ലെ. ആവി പിടിക്കാനായിട്ടാണ് നെബുലൈസർ. നമ്മൾക്ക് എന്തെങ്കിലും ശ്വാസ തടസ്സമൊക്കെ ഉണ്ടെങ്കിൽ ആവി പിടിക്കാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അത് യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് നെബുലൈസർ കേട്ടോ. ഇനി എന്താണ്? ലാറിംഗോസ്കോപ്പി. ലാറിംഗോസ്കോപ്പ് എന്തായിരിക്കും? എന്തിനാ യൂസ് ചെയ്യുന്നത്? ലാറിംഗോസ്കോപ്പ് ലാറിംഗോസ്കോപ്പ് യൂസ് ചെയ്യുന്നത് നമ്മുടെ ത്രോട്ടിൽ എന്തെങ്കിലും മുഴകളൊക്കെ ഉണ്ടെങ്കിൽ, ക്യാൻസറിന്റെ മുഴകളല്ലാതെ വേറെ ഏതെങ്കിലും മുഴകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ടാണ് ലാറിംഗോസ്കോപ്പ് ചെയ്യുന്നത്. ലാറിംഗോസ്കോപ്പ് എന്ന ഉപകരണം യൂസ് ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത്. ഓക്കെ, എന്താണ് ഇപ്പൊ പറഞ്ഞില്ലേ, എൻഡോസ്കോപ്പി ചെയ്തില്ലേ, വായിൽ സ്പ്രേ അടിക്കുന്നത് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു? വായിൽ സ്പ്രേ അടിച്ചിട്ട് ആദ്യം മരവിപ്പിച്ചിട്ട് എന്ത് ചെയ്യുന്നു? ആ ഉപകരണം നമ്മുടെ തൊണ്ട വരെ ഇറക്കും. അതിന് ടിപ്പിൽ ഒരു ക്യാമറ ഉണ്ടാവും. അപ്പൊ നമുക്ക് സ്ക്രീനിൽ അവിടെ കാണാൻ പറ്റും എന്തൊക്കെയാണ് നമ്മുടെ തൊണ്ടയിലുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്, മുഴകളുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നു. ഇപ്പൊ ഇതാണ് ലാറിംഗോസ്കോപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മുടെ തൊണ്ടയിൽ എന്തെങ്കിലും, ത്രോട്ടിൽ എന്തെങ്കിലും മുഴകളൊക്കെ ഉണ്ടെങ്കിൽ, ക്യാൻസറിന്റെ മുഴകളല്ലാതെ ത്രോട്ടിലുള്ള അല്ലാതെയുള്ള മുഴകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ലാറിംഗോസ്കോപ്പ്. അതാരാ ചെയ്യുന്നത്? ഒന്നല്ലെങ്കിൽ ENT ആയിരിക്കും, അല്ലെങ്കിൽ ഗ്യാസ്ട്രോ ആയിരിക്കും. നോട്ട് ചെയ്യണം കേട്ടോ. ഒന്നല്ലെങ്കിൽ ENT ആയിരിക്കും അത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗ്യാസ്ട്രോ ആയിരിക്കും. മിൽഡ്രോസ്. ഇതിന്റെ പേര് മിൽഡ്രോസ്. ഓക്കെ, ലാറിംഗോസ്കോപ്പ് മനസ്സിലായില്ലേ? നെക്സ്റ്റ് നോക്കാം നമുക്ക്. ബ്രോഞ്ചോസ്കോപ്പ്. അതെന്തായിരിക്കും ബ്രോഞ്ചോസ്കോപ്പ്? എന്താണ്, നമ്മുടെ ലങ്സിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെ,
അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ എന്താണ് വല്ല ചുമയോ അല്ലെങ്കിൽ ചുമ മാറുന്നില്ല, കഫക്കെട്ട് ധാരാളമായിട്ടുണ്ട്, അതുപോലെ ന്യൂമോണിയ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്രോഞ്ചോസ്കോപ്പി ചെയ്യുന്നത്. ഇത് ഒന്നല്ലെങ്കിൽ ഫിസിഷ്യൻ ആയിരിക്കും ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരായിരിക്കും, പൾമണോളജിസ്റ്റ് ആയിരിക്കും ബ്രോഞ്ചോസ്കോപ്പി ചെയ്യുന്നത്. ഒന്നല്ലെങ്കിൽ ഫിസിഷ്യൻ ആയിരിക്കാം, അല്ലെങ്കിൽ പൾമണോളജിസ്റ്റ് ആയിരിക്കാം ഇത് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഡയഗ്നോസ്റ്റിക് എക്യുപ്മെന്റ്സ് പറഞ്ഞു, തെറാപ്യൂട്ടിക് എക്യുപ്മെന്റ്സ് പറഞ്ഞു നമ്മള്. ഇനി എന്താണ് മോണിറ്ററിംഗ് എക്യുപ്മെന്റ്സ്? മോണിറ്ററിംഗ് എക്യുപ്മെന്റ്സ് എന്തൊക്കെയാണ്? പൾസ് ഓക്സിമീറ്റർ, എന്തായിരിക്കാം? ആ പേരിൽ തന്നെയുണ്ട്, പൾസ് ഓക്സിമീറ്റർ. പൾസ് നോക്കാനായിട്ട് അല്ലെ, നമ്മുടെ ഫിംഗേഴ്സിൽ ഈ മിഷൻ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ എക്യുപ്മെന്റ്സ് അറ്റാച്ച് ചെയ്യുന്നത് എന്ത് ചെയ്യുന്നു, പൾസ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നു. പൾസ് ചെക്ക് ചെയ്യാനായിട്ടാണ് പൾസ് ഓക്സിമീറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, കാർഡിയാക് മോണിറ്റർ, അതെന്തായിരിക്കാം? കാർഡിയാക് ഹാർട്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, ഹാർട്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാർഡിയാക് മോണിറ്റർ യൂസ് ചെയ്യുന്നത്. ECG മിഷൻ, അതെല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കുമല്ലോ. ECG എന്തായിരിക്കും? ഹാർട്ട് അല്ലെ, ഹാർട്ടുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ് നോക്കുന്നത് അല്ലെ ECG മിഷനിലൂടെ. ഓക്കെ, എല്ലാവർക്കും അറിയാം. ഇനി എന്താണ് ഇൻസ്ട്രുമെന്റ്സ് ഏതൊക്കെയാണ്? IV സെറ്റ്, എന്തായിരിക്കാം? IV കാനുല എന്നൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങള്? IV കാനുല, IV സെറ്റ് എന്ന് പറഞ്ഞത് അറിയോ? അത് നമ്മുടെ വെയിനിലൂടെ എന്ത് ചെയ്യുന്നു? IV സെറ്റ് എന്ന് പറഞ്ഞ ഒരു പ്ലാസ്റ്റിക് ട്യൂബാണ്. അതെന്ത് ചെയ്യുന്നു? ഈ ട്രിപ്പ് ഇടാനൊക്കെ യൂസ് ചെയ്യില്ലേ നമ്മള്? അതന്നെ, ട്രിപ്പ് ഇടാനൊക്കെ. അതിനൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഒരു പ്ലാസ്റ്റിക് ട്യൂബാണ് നമ്മുടെ വെയിനിലൂടെ കടത്തിവിടുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? മരുന്ന് കയറ്റാനായിട്ട് ഈ ഇതിലൂടെ സാധിക്കുന്നു. പ്ലാസ്റ്റിക് ട്യൂബിലൂടെയാണ് നമ്മള് ട്രിപ്പ് ഒക്കെ ഇടുന്നത്. ട്രിപ്പ് ഇടുമ്പോ മനസ്സിലാവുന്നില്ല അത്? ട്രിപ്പ് ഇട്ടവരുണ്ടോ? ഓക്കെ, എല്ലാവർക്കും അറിയാം, ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി എന്താണ് ട്രാൻജോസ്റ്റമി? എന്തായിരിക്കും ട്രാൻജോസ്റ്റമി? ശ്വസനനാള ശാസ്ത്രക്രിയക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ അല്ലെ, ഇൻസ്ട്രുമെന്റ് ആണ് ഇത് ട്രാൻജോസ്റ്റമി. ശ്വസനനാള ശാസ്ത്രക്രിയക്ക് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്. ശ്വസനനാള ശാസ്ത്രക്രിയക്ക് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്. കിട്ടിയോ എല്ലാവർക്കും? ഇനിയാണ് ഇൻസ്ട്രുമെന്റ് ട്രോളി. ട്രോളി അറിയാമോ? ട്രോളി എന്താണ്? ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ അല്ലെ, ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വെച്ചുകൊണ്ട് പോകാനായിട്ട് നമ്മളിങ്ങനെ തള്ളുന്ന ഒരു ഉപകരണം ഇല്ലേ ട്രോളി? മനസ്സിലായില്ലേ? നമ്മള് എന്താ എവിടെ കാണാൻ പറ്റും ട്രോളി? അറിയാലോ എല്ലാവർക്കും. നേഴ്സുമാർ എന്ത് ചെയ്യുന്നു? ഓരോ ഇൻസ്ട്രുമെന്റ്സ് കൊണ്ട് എന്ത് ചെയ്യുന്നു? അത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഇങ്ങനെ ഉന്തിക്കൊണ്ട് പോകുന്നത് കണ്ടിട്ടില്ലേ? അതാണ്. ഓക്കെ, മനസ്സിലായല്ലോ? എല്ലാവർക്കും അറിയാം ട്രോളിയും കാര്യങ്ങളൊക്കെ. അപ്പൊ എന്താണ്? നമ്മള് ഡയഗ്നോസ്റ്റിക്കിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് പഠിച്ചു, തെറാപ്യൂട്ടിക്കിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് പഠിച്ചു, മോണിറ്ററിംഗിന് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് പഠിച്ചു, പിന്നെ ഇൻസ്ട്രുമെന്റ്സ് എന്തൊക്കെയാണ് ഇൻസ്ട്രുമെന്റ്സ് എന്നുള്ളത് പഠിച്ചല്ലേ. അപ്പൊ ഓരോന്നും നിങ്ങൾ ഏതിൽ വരുന്നു എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം കേട്ടോ. ചിലപ്പോ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരും. ഇപ്പൊ ഡയഗ്നോസ്റ്റിക്കിൽ വരുന്ന എക്യുപ്മെന്റ്സ് ഏതൊക്കെയാണ് എന്ന് ചോദിക്കും. അങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ ഓരോ ഡയഗ്നോസ്റ്റിക്കിൽ വരുന്ന എക്യുപ്മെന്റ്സ് പഠിക്കുക, തെറാപ്യൂട്ടിക്കിൽ വരുന്നത് പഠിച്ചു വെക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾ നാലും തരം തിരിച്ച് പഠിച്ചു വെക്കണം. ക്ലിയർ ആയോ? ഫ്ലോ ചാർട്ട് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ,
ഒന്ന് വായിച്ചു നോക്കിയേ. ഒരടുത്ത് ഒന്ന് വായിച്ചു നോക്കിയേ. ബോറടിക്കുന്നുണ്ടോ മക്കളെ നിങ്ങക്ക്? ബോറടിച്ചു തുടങ്ങിയ? ഉറക്കം വരുന്നുണ്ടോ? ഇല്ല, ആർക്കും ഉറക്കം വരുന്നില്ല. ഓക്കെ. ലാറിംഗോസ്കോപ്പി എന്താണ്? ലാറിംഗോസ്കോപ്പി എന്താണ്? നമ്മുടെ തൊണ്ടയിൽ അല്ലെ, തൊണ്ടയിൽ എന്തെങ്കിലും മുഴകളൊക്കെ ഉണ്ടെങ്കിൽ, ക്യാൻസർ മുഴകളല്ലാതെ വേറെ എന്തെങ്കിലും മുഴകള് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ്സ് ആണ് എന്ത്? ലാറിംഗോസ്കോപ്പി. ലാറിംഗോസ്കോപ്പിയിലൂടെയാണ് നമുക്ക് എന്തെങ്കിലും ത്രോട്ടിൽ എന്തെങ്കിലും മുഴകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നു. എന്താണ്? എൻഡോസ്കോപ്പി ചെയ്യുന്നത് പോലെ തന്നെയാണ് ഈ ലാറിംഗോസ്കോപ്പി ചെയ്യുന്നത്. എങ്ങനെയാണ്? വായലോടെ എന്ത് ചെയ്യുന്നു? ആദ്യം സ്പ്രേ അടിക്കുന്നു, മൊത്തം മരവിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ആ എക്യുപ്മെന്റ്സ് കേൾക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ മരവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ അറിയാൻ പറ്റില്ല കയറുന്നത്. അപ്പൊ ഇങ്ങനെ മരവിപ്പിക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? ഈ ഉപകരണം കടത്തിലിടുന്നു തൊണ്ടയിൽ. എന്നിട്ട് തൊണ്ടയിലുള്ള കാര്യങ്ങളൊക്കെ, നമുക്ക് മുഴകളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആ കമ്പ്യൂട്ടർ സ്ക്രീനിൽ കാണാനായിട്ട് പറ്റും. ഓക്കെ, മനസ്സിലായോ? എന്നെ പൊക്കണേണോ നിങ്ങള്? മിസ്സിന്റെ ക്ലാസ് നല്ല സാധാരണ ഉറക്കമായിരുന്നില്ല. നോക്കിയതാണാ? ആക്കിയതാണാ? അതെ. ഓക്കെ. ഇനി ഫംഗ്ഷനും കൂടി എടുത്തിട്ട് മിസ് പൊക്കോളാം കേട്ടാ. ഫംഗ്ഷൻ ഒന്ന് വായിച്ചു നോക്കിയേ. ഫംഗ്ഷൻ ഒന്ന് വായിച്ചു നോക്കിയേ. എക്കോ എന്താണ്? ഫുൾ നെയിം ഒന്ന് പറഞ്ഞു കൊടുത്തേ. എക്കോന്റെ ഫുൾ നെയിം ഒന്ന് പറഞ്ഞു കൊടുത്തേ. എക്കോന്റെ ഫുൾ നെയിം ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തേ. ആ കിട്ടിയതാ? എക്കോ കാർഡിയോഗ്രാം. അഞ്ച് മിനിറ്റ് തരാട്ടാ. ഫംഗ്ഷൻ ഒന്ന് വായിച്ചു നോക്കിക്കോട്ടാ. എന്നിട്ട് ഓരോരുത്തരായിട്ട് പറയണം എന്തൊക്കെയാണെന്നുള്ളത്. പറയോ? ആ വായിച്ചു നോക്കിക്കോട്ടാ. ആരാണ് നല്ല രീതിയിൽ പറയണേ നോക്കാന്നുണ്ട്. ബ്രാഞ്ചോസ്കോപ്പ് അല്ല, ബ്രോഞ്ചോസ്കോപ്പ് എന്ന് പറയണോ അല്ലെ? സോറി, ബ്രോഞ്ചോസ്കോപ്പ് ആണേ. ബ്രോഞ്ചോസ്കോപ്പ് എന്തായിരിക്കും? നമ്മുടെ ലെൻസിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അല്ലെ, എന്താണ്? കഫക്കെട്ട് ഉണ്ടാവാം, ചിലപ്പോ എന്താണ് ന്യൂമോണിയ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ബ്രോഞ്ചോസ്കോപ്പി ചെയ്യുന്നുണ്ട്. അതാരാ ചെയ്യുന്നത്? ഒന്നില്ലെങ്കിൽ ഫിസിഷ്യൻ ആയിരിക്കാം, അല്ലെങ്കിൽ ആരായിരിക്കാം? പൾമണോളജിസ്റ്റ് ആയിരിക്കാം. ഓക്കെ അല്ലേ? കിട്ടിയോ മോളെ? ഫംഗ്ഷൻ വായിച്ചു നോക്കട്ടാ. നിങ്ങൾ വേണമെങ്കിൽ വെള്ളമൊക്കെ കുടിച്ചിട്ട് വന്നോളൂ. 5 മിനിറ്റ് ബ്രേക്ക് എടുത്തോ. എന്നിട്ട് നമുക്ക് ഫംഗ്ഷൻ പറയാം. ആ
ഫങ്ഷൻസ് കിട്ടിയോ? ഫങ്ഷൻ OPD ഫങ്ഷൻ വായിച്ചാ? കേൾക്കുന്നില്ലേ? ക്ലിയർ ആവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഓക്കെ ഓക്കെ. ഫസ്റ്റ് ഫംഗ്ഷൻ എന്താണ്? Early diagnosis, curative, preventive and rehabilitative care on ambulatory basis. എന്താണ്? ഏർലി ഡയഗ്നോസിസ് അല്ലേ? ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ. ഇപ്പൊ ക്യാൻസർ ഒക്കെ ആണെങ്കിൽ എന്താണ്? ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ നമുക്ക് രോഗം നിർണ്ണയിച്ച് അത് ഐഡന്റിഫൈ ചെയ്ത് അതിനുള്ള ബെറ്റർ ട്രീറ്റ്മെന്റ് നൽകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്? ക്യൂറേറ്റീവ് എന്താണ്? പ്രതിരോധം അല്ലെ? പ്രതിരോധാത്മകമായ. അതുപോലെ തന്നെ എന്താണ്? പ്രിവെന്റീവ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? തടയുന്ന അല്ലെ? ഇപ്പൊ രോഗങ്ങൾ വരുന്നത് തടയുന്നതിനുള്ള ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. റീഹാബിലിറ്റേറ്റീവ് കെയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? റീഹാബിലിറ്റേഷൻ കുറെ നാളായി നമ്മൾ പറയാൻ തുടങ്ങിയിട്ടല്ലേ? എപ്പോഴും പറയുന്നുണ്ടല്ലേ? ഓരോ ക്ലാസ്സിലും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് റീഹാബിലിറ്റേറ്റീവ്. പുനരധിവാസ സേവനങ്ങളും ആളുകൾക്ക് നൽകുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഫസ്റ്റ് ഫംഗ്ഷൻ എന്താണ്? ഡയഗ്നോസിസ് അല്ലെ? രോഗനിർണയം. പിന്നെ അതുപോലെ തന്നെ ക്യൂറേറ്റീവ്, പ്രിവെന്റീവ്, അതുപോലെ റീഹാബിലിറ്റേറ്റീവ് കെയറും രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്താണ്? ഇഫക്റ്റീവ് ട്രീറ്റ്മെന്റ് ഓൺ ആംബുലേറ്ററി ബേസിസ്. ഇഫക്റ്റീവ് ട്രീറ്റ്മെന്റ് അല്ലെ? അത് പഠിച്ചാൽ മതി കേട്ടോ. ഇഫക്റ്റീവ് ചെറുതാക്കി പഠിച്ചാൽ മതി. ഇഫക്റ്റീവ് ട്രീറ്റ്മെന്റ് രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ്, ബെറ്റർ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്. എന്താണ്? സ്ക്രീനിങ് ഫോർ അഡ്മിഷൻ ടു ഹോസ്പിറ്റൽ. എന്താണ് സ്ക്രീനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സ്ക്രീനിങ് മീനിങ് എന്തായിരിക്കും? സ്ക്രീനിങ്ങിന്റെ അർത്ഥം എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? ചെക്കപ്പുകൾ അല്ലെ? ഓരോ പരിശോധന. സ്ക്രീനിങ് മീൻസ് പരിശോധനയാണ്. ഓരോ ടെസ്റ്റുകൾ കൊടുക്കുന്ന ആളുകൾക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കും അല്ലെ? ബ്ലഡ് ടെസ്റ്റ്, യൂറിൻ ടെസ്റ്റ്, MRI അതുപോലുള്ള ടെസ്റ്റുകളെയാണ് നമ്മള് സ്ക്രീനിങ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ എന്താണ്? രോഗികൾക്കും പല സ്ക്രീനിങ് ഫെസിലിറ്റീസ് കൊടുത്തിട്ട് രോഗം ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്? ഫോളോ അപ്പ് കെയർ ആൻഡ് കെയർ ആഫ്റ്റർ ഡിസ്ചാർജ് അല്ലെ? ഇപ്പൊ എന്താണ്? ഇപ്പൊ ഒരു രോഗം വന്നു, രോഗിയെ അഡ്മിറ്റ് ആക്കി, അതിനുശേഷം ഡിസ്ചാർജ് ചെയ്യുന്നുണ്ട് അല്ലെ? ഡിസ്ചാർജ് ചെയ്ത ശേഷം എന്താണ്? ഡോക്ടറെ വന്ന് കാണണം എന്ന് പറയാറില്ലേ? 2 ആഴ്ച കഴിയുമ്പോൾ വന്ന് കണ്ടോളൂ ഡോക്ടറെ പറയാറില്ലേ അങ്ങനെ? അപ്പൊ എന്താണ് അതിൽ പറയുന്നത്? രോഗിയെ അഡ്മിറ്റ് ആക്കുമ്പോഴും ഡിസ്ചാർജിന് ശേഷവും എന്ത് കൊടുക്കുന്നുണ്ട് രോഗിക്ക്? ബെറ്റർ കെയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? 4 പോയിന്റും ഓക്കെ ആണോ? ക്ലിയർ ആണോ? 4 പോയിന്റും ഓക്കെ. പിന്നെന്താണ്? പ്രൊമോഷൻ ഓഫ് ഹെൽത്ത് ബൈ ഹെൽത്ത് എഡ്യൂക്കേഷൻ. എന്താണ്? ഹെൽത്ത് എഡ്യൂക്കേഷനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഉദാഹരണം എന്ന് പറയാൻ പറ്റും? ആംബുലൻസറി കെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോവുക എന്നൊക്കെ പറയില്ലേ? അതാണ് കേട്ടോ. ഹെൽത്ത് എഡ്യൂക്കേഷൻ അറിയില്ലേ? എക്സാമ്പിൾ പറയാൻ പറ്റുമോ? കൊറോണ പോസ്റ്റേഴ്സ്, അവയർനെസ് പ്രോഗ്രാംസ്. ഓക്കെ, അപ്പൊ അതറിയാം. പിന്നെന്താണ്? പ്രിവെന്റീവ് ഹെൽത്ത് കെയർ. എന്താണ്? റെഞ്ചിങ് ഓഫ് പ്രിവെന്റീവ് ഹെൽത്ത് കെയർ. എന്താണ്? തടയുക അല്ലെ? ഓരോ രോഗങ്ങൾ വരുന്നത്, രോഗങ്ങൾ പടർന്നു പിടിക്കുന്നത് തടയുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ഓക്കെ അല്ലെ? പ്രൊമോഷൻ ഓഫ് ഹെൽത്ത് ത്രൂ ഹെൽത്ത് എഡ്യൂക്കേഷൻ. സെയിം പോയിന്റ്സ് തന്നെയാണ്. എന്താണ്? ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്. എന്തിലൂടെ? ചിലപ്പോ ഫ്ലെക്സിലൂടെ ആയിരിക്കാം, ചിലപ്പോ എന്താണ് നോട്ടീസ് അല്ലെ, അല്ലെങ്കിൽ അവയർനെസ് പ്രോഗ്രാം ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ജനങ്ങൾക്ക് ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ്? ഇത്രയും കാര്യങ്ങളാണ് OPDയുടെ ഫംഗ്ഷൻ ആയിട്ട് പറയുന്നത്. ഫസ്റ്റ് എന്താണ്? ഡയഗ്നോസിസ്, ക്യൂറേറ്റീവ്, പ്രിവെന്റീവ് ആൻഡ് റീഹാബിലിറ്റേറ്റീവ് കെയർ നല്ല രീതിയിൽ രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്? ഇഫക്റ്റീവ് ട്രീറ്റ്മെന്റ് അല്ലെ, നല്ല രീതിയിലുള്ള ബെറ്റർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്? സ്ക്രീനിങ് ഫോർ അഡ്മിഷൻ ടു ഹോസ്പിറ്റൽ, നല്ല രീതിയിലുള്ള പരിശോധനകള്.
ടെസ്റ്റുകള് അല്ലെ, ടെസ്റ്റുകൾ നടത്തിയിട്ട് രോഗം ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ് ഫോളോ അപ്പ് കെയർ ആൻഡ് കെയർ ആഫ്റ്റർ ഡിസ്ചാർജ് അല്ലെ. എന്താണ് അഡ്മിറ്റ് ആയതിനു ശേഷം ഡിസ്ചാർജ് ആയതിനു ശേഷം ഡിസ്ചാർജ് ആയതിനു ശേഷം എന്ത് നൽകുന്നുണ്ട്? ബെറ്റർ കെയർ രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താണ് രോഗങ്ങൾ വരുന്നത് തടയുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. പിന്നെന്താണ് പ്രമോഷൻ ഓഫ് ഹെൽത്ത് ത്രൂ ഹെൽത്ത് എഡ്യൂക്കേഷൻ. എന്താണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. എന്തിലൂടെയൊക്കെയാണ്? അവയർനെസ് പ്രോഗ്രാം വെക്കുന്നുണ്ട്, ചിലപ്പോൾ ഫ്ലെക്സിലൂടെ നോട്ടീസിലൂടെ ഒക്കെ പൊതുജനങ്ങളെ ഒരു അവയർനെസ് കൊടുക്കുന്നുണ്ട്. ഹെൽത്ത് എഡ്യൂക്കേഷന് വേണ്ടിയുള്ള അവയർനെസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയി? ഇത്രയും വരെയാണ് മിസ് എടുക്കുന്നത്. ഇനി ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ ആണോ? ഓക്കെ, ക്ലിയർ ആയോ? ഇത്രയും ഓക്കെ. എവിടം വരെ ഓണാഘോഷമൊക്കെ? ഓണാഘോഷം തുടങ്ങി? പൂക്കളോട്ടാ ദേവിക്ക് എന്ത് വെച്ച് ഓണമില്ല? എന്താണ് മോളെ ഭൂമിക്ക് എന്താ പറയേണ്ടത് മിസ്? ഫങ്ഷൻസ് ഒന്നുകൂടിയും പറയണോ? ആംബുലൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകില്ലേ ഈ കാര്യങ്ങളൊക്കെ? ഇപ്പൊ ഇഫക്റ്റീവ് ട്രീറ്റ്മെന്റ് ഓൺ ആംബുലൻസ് കേസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകുന്നത് എന്താണ്? ഇഫക്റ്റീവ് ആയിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്, നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്, പറയില്ലേ അങ്ങനെ? ഒന്നുകൂടിയും പറയാം. ഫങ്ഷൻ എന്താണ്? ഡയഗ്നോസിസ്, ക്യൂറേറ്റീവ്, പ്രിവെന്റീവ് ആൻഡ് റീഹാബിലിറ്റേറ്റീവ് കെയർ നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്, രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്? ഇഫക്റ്റീവ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട് അല്ലെ. നല്ല രീതിയിലുള്ള ബെറ്റർ ട്രീറ്റ്മെന്റുകൾ രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്? സ്ക്രീനിങ് അല്ലെ. സ്ക്രീനിങ് ഫെസിലിറ്റീസ്, ഒരു തരത്തിലുള്ള ടെസ്റ്റുകള്, ആ ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ട് രോഗം നിർണയിച്ച് അതിനെ ബെറ്റർ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫോളോ അപ്പ് കെയർ ആൻഡ് കെയർ ആഫ്റ്റർ ഡിസ്ചാർജ്. ഇപ്പൊ അഡ്മിറ്റ് ആയി പിന്നെ എന്താണ് ഡിസ്ചാർജ് ആയതിനു ശേഷവും നല്ലൊരു രീതിയിലുള്ള കെയർ രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ പറയില്ലേ അഡ്മിറ്റ് ആയി ഡിസ്ചാർജ് ആയതിനു ശേഷം എന്ത് പറയും? നിങ്ങൾ ഒരാഴ്ച വന്നിട്ട് ഡോക്ടറെ കണ്ടോളൂ കേട്ടോ. ഡോക്ടർ എന്ത് ചെയ്യുന്നുണ്ട്? അപ്പൊ കൺസൾട്ടേഷൻ നടക്കുന്നുണ്ട് അല്ലെ, ചെക്കപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ് അവരെയും നല്ല രീതിയിൽ കെയർ ചെയ്തു പോകുന്നുണ്ട്. ഡിസ്ചാർജ് ആയതിനു ശേഷവും നല്ല രീതിയിൽ കെയറിങ് കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താണ്? ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്. പിന്നെ രോഗങ്ങൾ വരുന്നത് തടയുന്നതിനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. പിന്നെ ഹെൽത്ത് എഡ്യൂക്കേഷൻ എങ്ങനെയാ കൊടുക്കുന്നത്? പോസ്റ്റർ വഴിയാവാം, നോട്ടീസ് വഴിയാവാം, അവയർനെസ് പ്രോഗ്രാം വഴിയാവാം. അങ്ങനെ പല രീതിയിലും പൊതുജനങ്ങൾക്ക് ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്. ക്ലിയർ ആയോ ഭൂമിക? ഓക്കെ. ഓണക്കോടിയൊക്കെ എടുത്ത എല്ലാവർക്കും? എടുത്തു അല്ലെ? ഓക്കെ. പിന്നെന്താ വിശേഷങ്ങള് പറഞ്ഞോ? എന്തൊക്കെയാണ് വിശേഷം? ഓണം തുടങ്ങിയപ്പോ വെക്കേഷൻ നിങ്ങൾക്ക് പറയൂട്ടാ എപ്പോഴാണെന്നുള്ളത്. ഞങ്ങൾക്ക് ഇവിടെ നമ്മുടെ ഓഫീസില് വെള്ളിയാഴ്ചയാണ് സെലിബ്രേഷൻ. ടീച്ചേഴ്സിന്റെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്റെ നെയിം മിൽഡ്രോസ്. കമന്റ് കിട്ടുന്നല്ലോ മോളെ. നിങ്ങളെ വെക്കേഷൻ എന്താണെന്ന് അറിയിക്കൂട്ടാ, മെസ്സേജ് അയക്കൂട്ടാ. റെൻഡറിങ് എന്താ?
മീനിങ് എന്ന് പറഞ്ഞു കൊടുത്തേ. റെഞ്ചറിങ് എക്സാമിന്റെ കാര്യങ്ങള് സാറ് പറഞ്ഞു തന്നിട്ടില്ലേ? നിങ്ങൾക്ക് റെക്കോർഡിംഗ് ക്ലാസ് ഉണ്ടായിരുന്നല്ലോ സാറിന്റെ. അത് കേൾക്കൂട്ടാ മോളെ. എക്സാം ആവുമ്പോ എക്സാമിന്റെ കാര്യങ്ങളൊക്കെ പറയും. നിങ്ങൾക്ക് 3 മാസം കഴിഞ്ഞിട്ടല്ലേ എക്സാം എന്ന് പറഞ്ഞത്? സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഓഫീസിൽ വിളിച്ച് ചോദിച്ചോട്ടാ, അല്ലെങ്കിൽ സാറിനെ വിളിച്ച് ചോദിച്ചാലും മതി. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിലും കേട്ടോ, എക്സാമിൻ്റെതായിട്ടുള്ള ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാറിനെ വിളിച്ച് ചോദിക്കും. ഓക്കെ, പറഞ്ഞോ. മാം ഇത് ബോധവൽക്കരണല്ലേ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഈ നോട്ടീസും ഇതൊക്കെ വെച്ചിട്ട്? എന്താണ് മോളെ? ബോധവൽക്കരണം അല്ലേ ജനങ്ങളിൽ? ഹെൽത്ത് എഡ്യൂക്കേഷൻ. എന്താണ് അതിന് മുന്നേ ഉള്ള പോയിന്റുകളൊന്ന് പറയാമോ? എന്താണ് റെൻഷനിങ് ഓഫ് പ്രിവെന്റീവ് ഹെൽത്ത് കെയർ എന്താണ് പറയുന്നത്? എന്തായിരിക്കും ഒന്ന് പറഞ്ഞു കൊടുക്കും ആരെങ്കിലും? ഇല്ല, ആരുമില്ല. മിസ് തന്നെ പറയണോ? എന്താണ് രോഗങ്ങൾ വരുന്നത് തടയുന്നതിനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കുന്നു. പ്രിവെന്റീവ് എന്ന് പറഞ്ഞാല് തടയുക. രോഗങ്ങള് പടർന്നു പിടിക്കുന്നത് തടയുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നു. ഓക്കെ, കിട്ടിയോ മോള്? മനസ്സിലായി മാം. എന്താണ് പറഞ്ഞില്ലേ, ഈ കൊറോണ ഒക്കെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സാംക്രമിക രോഗങ്ങളൊക്കെ പറഞ്ഞില്ലേ, കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്താണ് പടർന്നു പിടിക്കുന്ന രോഗങ്ങളാണ് കൊറോണ, ഫീവർ, നിപ്പ എന്നൊക്കെ പറയുന്നത്. അപ്പൊ എന്താണ് ആ രോഗങ്ങൾ വരുമ്പോ എല്ലാവർക്കും ഇങ്ങനെ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കും അല്ലെ. അപ്പൊ ആ പടർന്നു പിടിക്കുന്നത് തടയുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. അപ്പൊ കൊറോണ ഒക്കെ എന്താണ്, കൊറോണ ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും പടർന്നു പിടിക്കും. അപ്പൊ എന്താണ് മാസ്ക് ധരിക്കണം അല്ലെ, എല്ലാവരോടും പറയും എന്താണ് മാസ്ക് ധരിക്കുക, കൈ കഴുകുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് അങ്ങനെയുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. സ്കോപ്പ് എന്താണ്, സ്കോപ്പ് ഓഫ് എക്സ്പാൻഷൻ എന്തായിരിക്കും പറഞ്ഞു കൊടുക്കുക ആരെങ്കിലും ഒന്ന്? എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പാൻഷൻ വിസ്തൃതി അല്ലെ, വിസ്തൃതി. മാം EV സെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ എന്താ ട്രിപ്പ് ഇടുമ്പം വെക്കുന്ന സ്റ്റാൻഡാണ്. എന്ത് EV സെറ്റ് അല്ല, IV സെറ്റ്. IV സെറ്റ് അറിയില്ലേ? ട്രിപ്പ് ഇടുമ്പോ നമ്മളൊരു പ്ലാസ്റ്റിക് ട്യൂബ് കടത്തിട്ടല്ലേ ആ ട്രിപ്പ് ഇടുന്നത്. ട്രെയിനിലൊരു പ്ലാസ്റ്റിക് ട്യൂബ് കിടക്കും, അതിനെയാണ് IV സെറ്റ് എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ കയ്യിലോട്ട് കയ്യിൽ ഇങ്ങനെ കുത്തി വെച്ചിട്ട് കേട്ടോ. ഓക്കെ മാം, ഇനി അടുത്ത ക്ലാസ് ഉണ്ടാവോ അല്ലെങ്കിൽ ഇന്ന് ഈ ക്ലാസ് ഉള്ളോ? കഴിഞ്ഞു കേട്ടോ, ഇനി ഇല്ല ക്ലാസ്. ഓക്കെ, താങ്ക് യു. ഡൗട്ട് ഒന്നുമില്ലല്ലോ ഇനി? ഓക്കെ, താങ്ക് യു മാം.